അപ്പൊ 3 ബിസിനസ്സുകൾ പറഞ്ഞു: മാനുഫാക്ചറിങ്, ട്രേഡിംഗ്, സർവീസ്. മാനുഫാക്ചറിങ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു. ട്രേഡിംഗ് ബിസിനസ് ആണ് വാങ്ങ വിൽക്ക ബിസിനസ്സുകൾ. മൂന്നാമത്തത് സർവീസ് ബിസിനസ്. ഞാൻ ചെയ്യുന്നത് ഒരു സർവീസ് ബിസിനസ് ആണ്. എന്റെ കയ്യിൽ ഒരു പ്രൊഡക്റ്റും ഇല്ല. ഞാൻ പ്യൂർലി ഒരു സർവീസ് ഇങ്ങനെ വിറ്റുകൊണ്ടിരിക്കുക. എഡ്യൂക്കേഷൻ, പഠിപ്പിക്കാം, ട്രെയിനിങ് എടുക്കാം, കൺസൾട്ട് ചെയ്യാം, ഏതെങ്കിലുമൊക്കെ അക്കൗണ്ട്സിലെ പ്രോബ്ലംസ് കണ്ടെത്തി അതിനെ നല്ല രീതിയിലേക്ക് ആക്കുക. എന്റെ ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട ഒരു മേഖല എന്ന് പറയുന്നത് പൊളിഞ്ഞു കിടക്കുന്ന അക്കൗണ്ട്സുകൾ എടുക്കുക, അതിനെ അടിപൊളിയാക്കി കൊടുക്കാം. ഓരോരുത്തർക്കും ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ഉണ്ടാവില്ല, അതിന്റെ പ്രോബ്ലം കണ്ടെത്തുക, ആ പ്രോബ്ലം കണ്ട് നല്ലൊരു സൊല്യൂഷൻ കൊടുക്കുക. ഇതുവരെ അക്കൗണ്ട്സിൽ എത്രയാണ് കൊടുത്തത് എത്ര അറിയില്ല, കിട്ടിയത് എത്ര അറിയില്ല, അക്കൗണ്ട്സ് നഷ്ടമാണോ അറിയില്ല, ലാഭമാണെന്ന് അറിയില്ല, ബിസിനസ്സിലേക്ക് എത്ര ഇൻവെസ്റ്റ് ചെയ്തെന്ന് അറിയില്ല, എത്ര എടുക്കണം എന്നറിയില്ല, എങ്ങനെ പ്രോഫിറ്റ് ഷെയർ ചെയ്യണമെന്ന് അറിയില്ല, ബഡ്ജറ്റിംഗ് അറിയില്ല, സിനാരിയോ അറിയില്ല. ഇങ്ങനത്തെ ഉള്ള കുറെ ബിസിനസ്സുകാർ നമ്മുടെ ചുറ്റുഭാഗത്തുണ്ടാവും അല്ലെ? ഒന്നും അറിയില്ല. മിക്കവാറും നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു 90% സൂപ്പർ മാർക്കറ്റുകളുടെ അവസ്ഥ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ എത്ര ഇൻവെസ്റ്റ് ചെയ്തു എന്നറിയില്ല, എത്ര എടുക്കണം എന്നറിയില്ല, എത്ര കിട്ടുന്നുണ്ടെന്ന് അറിയില്ല. ഗൾഫിലുള്ള പല സർവീസ് ഓറിയന്റഡ് കമ്പനികളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. എത്ര ദിറംസ് ആണ് അതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തത്? ഇപ്പൊ സോഹോ ബുക്സ് ഉപയോഗിക്കണോ, പഴയ സോഹോ ബുക്സ് തന്നെ മതിയോ? എനിക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നത് സോഹോ ബുക്സ് റിലേറ്റഡ് പ്രോബ്ലംസ് ആണ്. അപ്പൊ മഞ്ചേരി ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ വന്ന്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ വന്ന് പ്രാക്ടിക്കൽ ചെയ്ത് പഠിക്കുന്ന ആളുകളൊക്കെ ഇത്തരം കുഴഞ്ഞു കിടക്കുന്ന അക്കൗണ്ട്സുകൾ റെഡിയാക്കി എടുക്കുന്ന പണിയാണ്. ഒരു 2-3 നമ്മുടെ അക്കൗണ്ട്സുകളൊക്കെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അവൻക്ക് പിന്നെ വേറെ അക്കൗണ്ട്സിലേക്ക് എവിടേക്കും പോകേണ്ട ആവശ്യം ഉണ്ടാവില്ല. അത്രയും പെർഫെക്റ്റ് ആയിരിക്കും. കാരണം അതിന്റെ അപ്പുറത്തേക്ക് കോൾ ആവാൻ ഇനി അക്കൗണ്ട്സ് ഉണ്ടാവില്ല. അങ്ങനത്തെ അതായത് IC ഒന്നും കഴിയുമ്പോഴാണ് നമ്മുടെ അടുത്തേക്ക് എത്തുക. ഒരുവിധമൊക്കെ അവരെന്നെ ശരിയാക്കാൻ നോക്കും. എന്നിട്ടും ശരിയാക്കാൻ നോക്കുമ്പോൾ സാറേ എന്ത് ചെയ്യും? അല്ലെങ്കിൽ പാർട്ണർമാർ തമ്മിൽ അടിയായിരിക്കും. ഇവിടേക്ക് എത്തുമ്പോഴായിരിക്കും എത്തുക. അപ്പൊ ഇത്തരം അക്കൗണ്ട്സുകൾ എടുത്ത് ചെയ്യാന്നുള്ള എന്റെ ഒരു ഏരിയ, അത് എന്റെ ഒരു സർവീസ് മേഖലയാണ്. അപ്പൊ ഈ അക്കൗണ്ട്സ് വാങ്ങുന്നു, അത് വൃത്തിയിൽ അതിന്റെ ഓർഡർ പ്രകാരം ചെയ്തു കൊടുക്കുന്നു, ചെയ്തു കൊടുത്തിട്ട് അതിലൊരു സന്തോഷം ഉണ്ടല്ലോ. അതിന് പൈസ കിട്ടിയില്ലെങ്കിൽ നമ്മൾ സന്തോഷിക്കും, കാരണം നമ്മളൊരു ഇഷ്ടപ്പെട്ട പണിയാണ്. ഇതൊരു സർവീസ് മേഖലയാണ്. ബാങ്കിങ് ഒരു സർവീസ് മേഖലയാണ്. അക്ഷയ സെന്റർ അല്ലേ, ഒരു സർവീസ് മേഖലയാണ്. പിന്നെ AC നന്നാക്കുന്നത്, റിപ്പയർ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ സർവീസ് മേഖല. എല്ലാവരും വീഡിയോയിൽ അറ്റൻഡ് ചെയ്യട്ടോ. വീഡിയോയിൽ അറ്റൻഡ് ചെയ്യാത്ത ആളുകളെ സാധാരണ എല്ലാ ദിവസവും പറയാറുണ്ട്, നിങ്ങൾക്ക് അറിയുന്ന വെച്ചിട്ട് പറയാതിരിക്കുകയാണ്. വീഡിയോയിൽ അറ്റൻഡ് ചെയ്യാത്തവർ നമ്മുടെ മുമ്പിൽ ഉണ്ടാവില്ല. എത്ര പേയ്മെന്റ്, 1,00,000 രൂപ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ വീഡിയോയിൽ ഇല്ലാത്തവന് ഉണ്ടാവില്ല. നേരെ യൂട്യൂബിലേക്ക് വിട്ടോളി വീഡിയോയിൽ ഇല്ലാത്ത ആളുകളെ. അല്ല ഫാറൂഖ് ഭായ് അങ്ങനല്ലേ? അവിടെ പിന്നെ എങ്ങനെയും പോവാം. യൂട്യൂബിനകത്ത് നിങ്ങൾക്ക് എങ്ങനെ ഇരിക്കാലോ, കടന്നു കേൾക്കാൻ ഒന്ന് കേൾക്കാം, പക്ഷെ റിസൾട്ട് ഉണ്ടാവില്ല കേട്ടോ. യൂട്യൂബിനകത്ത് ഫുള്ള് റിസൾട്ട് ഇല്ല എന്നല്ല, ഇവിടെ വരുമ്പോൾ വീഡിയോയിൽ അറ്റൻഡ് ചെയ്യുന്ന റിസൾട്ട് കിട്ടില്ല. എല്ലാവരും വരി കുറച്ച് ആൾക്കാരേ ഉള്ളൂ. 10-40 ആൾക്കാരുണ്ട്. 10-40 ആൾക്കാരുണ്ട്. അതിലൊരു 20 ആളുകളൊക്കെ വരാത്തുള്ളൂ. ബാക്കി ആ 20 ആളുകളെ റിമൂവ് ചെയ്താൽ ബാക്കിയൊക്കെ റെഡി. ആ 20-ൽ നിങ്ങൾ പെടാതിരിക്കാൻ നിങ്ങൾ നോക്കിക്കോളി. ഇവിടുന്ന് എന്തായാലും റിമൂവ് ചെയ്യും. ഓക്കെ ഓക്കെ, നോക്കി എല്ലാവരും വീഡിയോയിൽ വരും. ഇനിയിപ്പോ ആകെ 5 ആൾക്കാരെ വരാത്തുള്ളൂ. 5 ആളിൽ നിങ്ങൾ പെടാതിരിക്കാൻ നോക്കിക്കോളി. ഫസ്റ്റ് ഓക്കെ. 5 ആളുകൾ റിമൂവ് ചെയ്യാൻ ഒരു സംശയം വേണ്ട. അപ്പം ഈ 3 അക്കൗണ്ട്സുകൾ കൃത്യമായിട്ടും ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ സാധാരണ ഇതിലൊക്കെ ഞാനൊരു സ്ഥാപനം നടത്തുന്ന ആളാണ്, ഞാൻ പറയും പല സോഫ്റ്റ്വെയർ അടിപൊളിയാണെന്ന് പറയും. ഞാൻ പറയും SAP അടിപൊളിയാണ്, ലോകത്തിൽ ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്ന ഒരു മേഖല SAP പറയും. ടാലിയെ കുറിച്ച് ഞാൻ അടിപൊളി പറയും, ക്വിക്ക് ബുക്കിനെ കുറിച്ച് അടിപൊളി പറയും, സോഹോ, എല്ലാത്തിനെ കുറിച്ച് ഞാൻ അടിപൊളിയാണ്, നല്ല ജോലി, എല്ലാത്തിനെ കുറിച്ച് ഞാൻ അങ്ങനെ പറയുള്ളൂ. കാരണം അത് എന്റെ മേഖലയാണ് അല്ലെ, അതെന്റെ മേഖലയാണ്. അപ്പൊ ഞാൻ അങ്ങനെ പറയുള്ളൂ. അപ്പൊ ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ഒരുപാട് സോഫ്റ്റ്വെയർ പഠിക്കൊന്നും വേണ്ട, 3 അക്കൗണ്ട്സുകൾ പഠിക്കണം. മാനുഫാക്ചറിങ്ങിന്റെ അക്കൗണ്ട്സ് പഠിക്കണം, ട്രേഡിങ്ങിന്റെ അക്കൗണ്ട്സ് പഠിക്കണം, സർവീസിന്റെ അക്കൗണ്ട്സ് പഠിക്കണം. ഇതിന്റെ കാരണം എന്തായിരിക്കണം? ഇതിന്റെ റീസൺ എന്തായിരിക്കും? സോഫ്റ്റ്വെയർ പഠിക്കാൻ പിന്നെ ഞാൻ പറയാലേ, ഈ 3 അക്കൗണ്ട്സ് പഠിക്കണം എന്ന് പറയാനുള്ള കാരണം എന്താ? ഹലോ, മൈക്ക് അൺമ്യൂട്ട് ചെയ്യേ. ഈ 3 മാനുഫാക്ചറിങ്ങിന്റെ അക്കൗണ്ട്സ് പഠിക്കണം, ട്രേഡിങ്ങിന്റെ അക്കൗണ്ട്സ് പഠിക്കണം, സർവീസിന്റെ അക്കൗണ്ട്സ് പഠിക്കണം എന്ന് പറയാൻ കാരണം എന്തായിരിക്കും? ലോകത്താകെ 3 ബിസിനസ്സേ ഉള്ളൂ. ഈ 3 അക്കൗണ്ട്സിന് ഇത് 2 രീതിയിൽ ചെയ്യാം. 3 അക്കൗണ്ട്സ് 2 രീതിയിൽ ചെയ്യാം. ഒന്ന് മാനുവൽ അക്കൗണ്ട്സ് ആയിട്ട് ചെയ്യാം. ബുക്കിൽ എഴുതുക, പേപ്പറിൽ എഴുതുക, ഫയലാക്കി കെട്ടുകണക്കിന് കൊണ്ടു നടക്കാം. ഇതൊരു രീതിയാണ്, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. രണ്ടാമത്തത് 100% കമ്പ്യൂട്ടറിൽ ചെയ്യാം. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്, മാനുവൽ അക്കൗണ്ടിങ്. ആലോചിച്ചാൽ അറിയാം, മാനുവൽ അക്കൗണ്ടിങ് എന്നുള്ള സംവിധാനം ഇപ്പോൾ ഇല്ല എന്ന് തന്നെ പറയാം. വളരെ ചെറിയ സ്ഥാപനങ്ങളിൽ മാത്രം ഇല്ല. അങ്ങനെ ഇല്ല എന്ന് തന്നെ പറയാല്ലേ. ഒന്നും ഇല്ലെങ്കിൽ ഫോണിൽ സോഫ്റ്റ്വെയർ ഉണ്ടോ, ഇല്ലെങ്കിൽ ഫോണിൽ എക്സൽ ഉണ്ടെങ്കിലും നമ്മൾ ഈ സാധനം ചെയ്യും. ഇനി കമ്പ്യൂട്ടറൈസ് സിസ്റ്റത്തിലേക്ക് വന്ന, കമ്പ്യൂട്ടറിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? ചില ആൾ ടാലി ഉപയോഗിച്ച് ചെയ്യും, ചില ആൾ ക്വിക്ക് ബുക്ക് ഉപയോഗിച്ച് ചെയ്യും, ചില ആൾ PhD ചെയ്യും, ചില ആൾ ഡാക്കീസ് ചെയ്യും, ചില ആൾ സോഹോ ബുക്സ് ചെയ്യും, ചില ആൾ SAP ചെയ്യും. നല്ല പൈസ ഉള്ളവൻ SAP ചെയ്യും. ഒരു ആവറേജ് പൈസ ഉള്ള നമ്മളെ പോലെയുള്ള ആളുകളൊക്കെ ചെയ്യും ഒന്നെങ്കിൽ സോഹോ ബുക്സ് അല്ലെങ്കിൽ ടാലി.
ഈ 2 സോഫ്റ്റ്വെയറുകളാണ് നോർമലി ഉപയോഗിക്കാം അല്ലെ. ഇപ്പൊ സോഹോ ആകുമ്പോൾ ഗുണം മൊബൈലിൽ നിന്നും ചെയ്യാം, വാട്സപ്പ് മൊബൈലിൽ നിന്ന് ചെയ്യാം, ടാബിൽ നിന്ന് ചെയ്യാം, കമ്പ്യൂട്ടറിൽ ചെയ്യാം, ലൈനിൽ സെയിൽസിന് പോകുമ്പോൾ ചെയ്യാം, എല്ലായിടത്തും ചെയ്യാം. ടാലി ആകുമ്പോൾ ഒന്നും കൂടി ഒരു സിസ്റ്റത്തിനകത്ത് ഇരുന്ന് ഒരു EXE ഫയലൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് അതിനകത്ത് ചെയ്യാം. നമ്മൾ പഠിക്കുന്നത് ഇപ്പൊ ടാലിയാണ്. അപ്പൊ ഈ 2 രീതിയിൽ ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞു 3 അക്കൗണ്ട്സ് ഉള്ളൂ. ഈ 3 അക്കൗണ്ട്സ് 2 രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ 2 രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അക്കൗണ്ട്സിന്റെ ബേസിക് ഒക്കെ ആയിരിക്കണം. ഇതൊക്കെ ഓൾറെഡി പഴയ സെഷൻ കാണാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ വീണ്ടും വീണ്ടും പറയുന്നത്. ജസ്റ്റ് ഒന്ന് റിവിഷൻ മാത്രമാണ് ഇന്ന് വരെ കഴിഞ്ഞിട്ടുള്ള ക്ലാസ്സിന്റെ. പഴയ സാധനങ്ങളൊക്കെ കാണണേ. നിങ്ങൾക്ക് ഞാൻ പുറത്താണ്, വീഡിയോയിലില്ല. ഓക്കെ ഓക്കെ. പുറത്തുള്ള ആളുകൾ ചാറ്റ് ബോക്സിൽ ഇങ്ങനെ വന്നാൽ മതി കേട്ടോ. പിന്നെ എന്നെ പറ്റിക്കാൻ വേണ്ടി പുറത്താണ്, അങ്ങാടിയിലാണ്, ടൗണിലാണെന്ന് പറഞ്ഞത് എനിക്ക് കുഴപ്പമുണ്ടായിട്ടൊന്നുമല്ല, ഞങ്ങൾ റിമൂവ് ചെയ്യൂല. പക്ഷെ മനസ്സിനെ പറ്റിച്ചുള്ള പരിപാടി ഉണ്ടല്ലോ, മനസ്സിനെ പറ്റിച്ചുള്ള പരിപാടി ഉണ്ടല്ലോ, നിങ്ങളും അവരും ആയിക്കോളി. പക്ഷെ പറ്റിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല. അതുകൊണ്ട് വീഡിയോയിൽ വരാൻ പറ്റുന്ന ആളുകളൊക്കെ വീഡിയോയിൽ തന്നെ വരാം. ചില ആളുകൾ പേഴ്സണൽ മെസ്സേജ് അയക്കുന്നുണ്ട്, അവിടെയാണ് ഇവിടെയാണെന്നൊക്കെ. നിങ്ങൾക്ക് അറിയാൻ ഞാൻ രാവിലെ ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞതാണ്. ഓക്കെ, ഇനിയുള്ള റീസൺ ഉള്ള ആളുകൾ അങ്ങനെ നിന്നോളി, കുഴപ്പമില്ല. ഇനി ഇതില് 3 അക്കൗണ്ട്സിലും പക്ക ആവണമെങ്കിൽ അക്കൗണ്ട്സിന്റെ ബേസിക് കോൺസെപ്റ്റുകൾ ക്ലിയർ ആയിരിക്കണം. ആ ബേസിക് കോൺസെപ്റ്റിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഫാറൂഖ് ഭായിന്റെ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസ് ഉണ്ട്, ഗ്രൂപ്പിനകത്ത് ഇടക്കിടക്ക് ഇങ്ങനെ ഇടാറുണ്ട്. ഫാറൂഖ് ഭായി ഇല്ലേ, എല്ലാം ഇട്ടില്ലേ? ചെറിയ ചെറിയ ഷോർട്സുകളായിട്ടുണ്ട്. അപ്പം എന്റെ കുറച്ചുകൂടി ലെങ്തി വീഡിയോസ് ആണ്. ലെങ്തി കാണണം, എന്റേത് കണ്ട അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഫാറൂഖ് ഭായി അത് ക്ലിയർ ചെയ്യുന്നുണ്ട്. പരമാവധി ഡൗട്ടുകളൊക്കെ ഗ്രൂപ്പ് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ 24x7 എന്നുള്ള രീതിയിൽ ഗ്രൂപ്പിൽ നിന്ന് ആൻസർ ഇട്ടുണ്ട്. കിട്ടുന്നില്ല, കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? ഹലോ. അപ്പൊ മടി വിചാരിക്കണ്ട. 10ാം ക്ലാസ്സിന് താഴെയുള്ള 5ാം ക്ലാസ്സുകാരുണ്ട്, 6ാം ക്ലാസ്സുകാർ, 7ാം ക്ലാസ്സുകാരൊക്കെ ഇതിനകത്തുണ്ട്. എന്നാ CA ക്കാരുണ്ട്, എന്നാ CMA ക്കാരുണ്ട്, ഡോക്ടറേറ്റ് എടുത്ത ആൾക്കാരുണ്ട്, പ്രൊഫസർമാരുണ്ട് ഇതിനകത്ത്. ഞാൻ 10ാം അപ്പൊ ക്ലാസ് ആരും ആണെന്ന് പറഞ്ഞു. എങ്ങനെ ഞാൻ 10ാം ക്ലാസ് ആണെന്ന് ഫാറൂഖ് ഭായി 10ാം ക്ലാസ്സും ഗുസ്തിയാണ്. പിന്നെ കണ്ടാ പറയോ? ഹലോ. ഫാറൂഖ് ഭായി 10ാം ക്ലാസ്സും ഗുസ്തിയാന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കും? ഞാൻ CA എന്ന് വിചാരിച്ചത്. ഏഹ് ഞാൻ CA കാരനാണ് വിചാരിച്ചത്. വിചാരം തെറ്റിക്കണ്ട. ഫാറൂഖ് ഭായി അങ്ങനെ എന്നോട് പറഞ്ഞത്. ഞാൻ 10ാം ക്ലാസ് ആണെന്നാ പറഞ്ഞത്. +2 എഴുതുന്നുണ്ടോ അല്ലേ ഫാറൂഖ് ഭായി? ഇൻഷാ അല്ലാഹ് എക്സാം ഉണ്ട് ഏപ്രിലിൽ. ഓക്കെ. അപ്പോ ഞാൻ പറഞ്ഞ അതേ സമയത്ത് ഡോക്ടർമാരുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ചോദ്യത്തിന് ഫാറൂഖ് ഭായി എന്തെങ്കിലും ക്ലാരിറ്റി പറഞ്ഞ ആൻസർ തന്നിട്ടില്ലല്ലോ, പക്ക ക്ലാരിറ്റി അല്ലേ? അപ്പം ഇതേപോലെ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അതിനേക്കാൾ ഫാറൂഖ് ഭായിയേക്കാൾ 10ാം ക്ലാസ്സും അതിന് താഴത്തുള്ള ആളുകൾ പഠിച്ച് ഇതേപോലെ ഡെവലപ്പ്. അപ്പൊ നിങ്ങളൊന്നും വിചാരിക്കണ്ട ഈ ഗ്രൂപ്പിനകത്ത് ചോദിച്ചാൽ എന്താ സംഭവിക്കുക, ആള് കളിയാക്കാൻ ചോദിക്കുക. നിങ്ങൾ എന്ത് പൊട്ടം ചോദിച്ചു കഴിഞ്ഞാലും അത് അതിനെ അറിയിക്കുന്ന രീതിയിലുള്ള ആൻസർ കിട്ടും. ഒരാൾ പോലെ ഇൻസൾട്ട് ആക്കില്ല. എന്തുകൊണ്ട് അങ്ങനെ ചോദിക്കില്ല. റിപ്പീറ്റേറ്റീവായ ക്വസ്റ്റ്യൻസ് ഒക്കെ ഫാറൂഖ് ഭായി എനിക്ക് തോന്നുന്ന ഒരു 1000 തവണയെങ്കിലും ഗ്രൂപ്പിനകത്ത് ഒരേ സാധനത്തിന് ആൻസർ ചെയ്തിട്ടുണ്ട്. കുറച്ച് മുമ്പായിട്ട് 1000 തവണയെങ്കിലും. എന്തുകൊണ്ട് ഫാറൂഖ് ഭായി എക്സ്പേർട്ട് ആവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി എന്ത് ചെയ്യുന്നു? പഠിക്കുന്നു, ലേൺ ആൻഡ് പഠിപ്പിക്കുന്നു. ഇതാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഒരു വിജയതന്ത്രം എന്ന് പറയുന്നത്, പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഒരിക്കലും മറക്കൂല. പഠിപ്പിക്കുമ്പോ നമ്മളും കൂടി പഠിക്കുകയാണ്. നമ്മൾ അറിയാത്ത കാര്യം നമ്മൾ എവിടെന്നെങ്കിലും കണ്ടുപിടിച്ച് നമ്മളും കൂടി ആ കാര്യം പഠിക്കുകയാണ്. വൺസ് അത് പഠിച്ചു കഴിഞ്ഞ് വീണ്ടും ഇവൻ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ പിന്നെ നമുക്ക് ക്ലാരിറ്റി ആയി. അപ്പൊ അതുകൊണ്ട് വീണ്ടും പറയാം, നിങ്ങളെ നോളജ് ഒരു പ്രശ്നമല്ല. നിങ്ങൾ ഏത് ക്ലാസ്സിൽ ഇരിക്കുന്നു പഠിച്ചല്ല, നിങ്ങൾ ഏതുവരെ പഠിച്ചു എന്നുള്ള കുഴപ്പമില്ല. ഇവിടെ നിങ്ങൾ ഏതായാലും പെട്ട് ഇനി അക്കൗണ്ട്സ് ഏതായാലും നനഞ്ഞ് ഇനി കുളിച്ചിട്ട് കയറാൻ പറഞ്ഞാൽ അക്കൗണ്ട്സ് ഞാൻ അഡ്വാൻസ് ഇതിനകത്ത് പോകും. നിങ്ങൾ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിനെ കുറിച്ച് ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട. പക്ഷെ അഡ്വാൻസ് വരെ ഇതുവരെ കിട്ടിയതിനേക്കാൾ ഒരു 50,000 രൂപയുടെ മുകളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടാത്തതിന് മുകളിൽ ഞാൻ ഇതിനകത്ത് കവർ ചെയ്തു. ഇപ്പൊ ഓൾറെഡി ഇതിനകത്ത് ഇതുവരെ ചെയ്ത ആളുകൾക്ക് അറിയാം. ഇപ്പൊ ഞാൻ ഓൾറെഡി ഡെലിവർ ചെയ്ത സർവീസിന്റെ വാല്യൂ കണക്കൂട്ടാൻ തന്നെ നിങ്ങൾക്ക് ഒരു 30,000 മുകളിൽ ഇപ്പൊ തന്നെ ഓൾറെഡി ഞാൻ ഡെലിവറി ചെയ്തിട്ടുണ്ടാവും. കുറെ ക്ലാസ് കേൾക്കാം, സ്കിപ്പ് ചെയ്ത് പോയാൽ കിട്ടൂല. അത് നമ്മളെ ഗ്രൂപ്പിൽ തന്നെ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ടല്ലോ, പല സെന്ററുകളും 30,000 40,000 കൊടുത്തിട്ട് ഇവിടെ നിന്ന് സാറെ ക്ലാസ് കേട്ടിട്ട് ഒരുപാട് ആളുകൾ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഗ്രൂപ്പിലും പറഞ്ഞിട്ടുണ്ട് ഈ ക്ലാസ് ആദ്യം കേൾക്കായിരുന്നെങ്കിൽ ഞാൻ ആ സെന്ററിലേക്ക് പോകില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പല ആളുകളും. ഓക്കെ, താങ്ക് യു. അപ്പൊ ഞാൻ പറഞ്ഞത് വീണ്ടും പറയാണ്. അപ്പൊ ഒപ്പിച്ച് പോവരുത്, ഇത്രയും പറയാനുള്ളൂ. റിസ്ക് എടുത്തോളി, നോട്ടും പേന എടുത്ത്. ഇത്രയും പുതിയ ആൾക്കാർ, ഏറ്റവും കൂടുതൽ പുതിയ ആൾക്കാർ എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് ഇത്രയും നിങ്ങളോട് വിശദമായിട്ട് പറയണത്. ഒപ്പിച്ച് പോവരുത്, നിസ്സാരമായിട്ട് കാണുകയും ചെയ്യരുത്. അങ്ങനെ ഉണ്ടല്ലോ ഒപ്പിച്ചിട്ട് എന്തൊക്കെയാ സ്ക്രീൻഷോട്ട് ഒക്കെ ഇട്ട് നമ്മൾ ഇവിടുന്ന് കാണുന്നുണ്ട് പലതും. പക്ഷെ ചിലത് എന്താണെന്നറിയോ, അങ്ങനെ വിടുകയാണ്. നിങ്ങളും ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ പറഞ്ഞു തരുന്നത് അക്കൗണ്ട്സിന്റെ ബേസിക് പക്ക ആയിരിക്കണം. ബേസിക്കിന്റെ വീഡിയോ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ബേസിക്കിനെ കുറിച്ച് ചോദിച്ചാൽ മതി.
അസറ്റുകളെ കുറിച്ചിട്ട് ഒരു കാരണവശാലും ഡൗട്ട് ഉണ്ടായി. അക്കൗണ്ട്സിലെ പ്രധാനപ്പെട്ട 4 ഗ്രൂപ്പുകൾ, ഈ 4 ഗ്രൂപ്പുകളെ കുറിച്ചിട്ട് ഒരു ഡൗട്ട് പോലും ഉണ്ടാവരുത്. ഒന്നാമത്തത് അസറ്റ് ആണ്, രണ്ടാമത്തത് ലാബിലിറ്റി ആണ്, മൂന്നാമത്തത് എക്സ്പെൻസ് ആണ്, നാലാമത്തത് ഇൻകം ആണ്. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്യണം. അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന എന്തിനേയും നമ്മൾ അസറ്റ് എന്നാണ് വിളിക്കാം. പ്രോഫിറ്റ് ഉണ്ടാക്കുക, അതിന് മാത്രമാണ് ഉദ്ദേശം. അതിന്റെ ഡെഫിനിഷൻ അതാണ്. ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന എന്തിനേയും നമ്മൾ വിളിക്കുന്ന അസറ്റ് എന്നാണ് വിളിക്കുക. 2 രീതിയിലുള്ള അസറ്റ് ആണ്. തൊടാനും കാണാനും പറ്റുന്ന അസറ്റ്, തൊടാനും കാണാനും പറ്റാത്ത അസറ്റ്. അതായത് നമ്മൾ പറയും ടാഞ്ചിബിൾ അസറ്റ് എന്നും ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയും. ടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് തൊടാൻ പറ്റും. ഡെസ്ക്, ബെഞ്ച്, ഫാന്, ലൈറ്റ്, ബൾബ്, കമ്പ്യൂട്ടർ, മൈക്ക്, എല്ലാ കാര്യങ്ങളും ടാഞ്ചിബിൾ അസറ്റ് ആണ്. ബിൽഡിംഗ് എല്ലാം. ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് തൊടാനും പറ്റില്ല, കാണാനും പറ്റില്ല. ഇങ്ങനെയുള്ള അസറ്റുകളെയാണ് നമ്മൾ ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയാം. അതിനൊരു എക്സാമ്പിൾ ആണ് ഗുഡ്വില്, പാറ്റന്റ്, ഇങ്ങനെയുള്ള അസറ്റുകളൊക്കെ. ക്ലിയർ ആയില്ല? ഈ ക്രിപ്റ്റോ കറൻസികളൊക്കെ ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആയിട്ട് നിലവിൽ നിങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാം, പക്ഷെ അതിന് നല്ല വാല്യൂ ഉണ്ട്. ഇനി ഇതിൽ തന്നെ 2 കാറ്റഗറി വരുന്നുണ്ട്. നമ്മളൊരു ബാലൻസ് ഷീറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വേറെ രീതിയിലാണ് ഇതിനൊരു ചെയ്യാം. ഒന്ന് ഫിക്സഡ് അസറ്റ് എന്നും മറ്റൊന്ന് കറണ്ട് അസറ്റ് എന്നും വിളിക്കും. ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ഇൻ നാച്ചർ ആയിരിക്കും അതിന്റെ സ്വഭാവം. 1 വർഷത്തിന്റെ മുകളിലോട്ടായിരിക്കും അത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് തന്നെ. ഉദാഹരണം, ഞാനൊരു ഫാൻ ഇവിടെ വാങ്ങി വെക്കുന്നു, ഞാനൊരു AC ഇവിടെ ഫിറ്റ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം തന്നെ ഇപ്പൊ വന്ന് നാളെ ആരെങ്കിലും ചോദിച്ചാൽ എടുത്ത് വെക്കുക എന്നുള്ള ഉദ്ദേശമല്ല. എത്ര കാലത്തേക്കാണോ ഞാൻ ഈ ഒരു ബിസിനസ് ആയിട്ട് കൊണ്ടുപോകുന്നത്, അത്രയും കാലം ഈ ഒരു AC റൺ ചെയ്തുകൊണ്ടിരിക്കണം. ഈ ബൾബ്, ഈ ലൈറ്റ്, ഈ ഫാന്, ഈ പറയുന്ന മൈക്ക് എല്ലാം ഫിക്സഡ് അസറ്റ് ആണ്. കാരണം ഒരുപാട് കാലത്തേക്ക് ഈ സാധനം യൂസ് ചെയ്യണം. ഞാൻ ക്ലാസ് എടുക്കുന്നത് എന്തിനാണോ ആ ക്ലാസ് എടുക്കുന്ന രീതിയിൽ തന്നെ അതിനെയാണ് നമ്മൾ ഫിക്സഡ് അസറ്റ് എന്ന് വിളിക്കുക. രണ്ടാമത്തത് കറണ്ട് അസറ്റ് ആണ്, 1 വർഷത്തിന് താഴെ. ഫിക്സഡ് അസറ്റിനെയും കറണ്ട് അസറ്റിന്റെ ഡെഫിനിഷൻ എങ്ങനെ പഠിച്ചാൽ മതി? 1 വർഷത്തിന് മുകളിലും 1 വർഷത്തിന് താഴെ എന്നുള്ള കാറ്റഗറിയിൽ മാത്രം ചെയ്താൽ മതി. ക്ലിയർ ആയില്ല? രണ്ടാമത്തത് ലാബിലിറ്റി ആണ്. ലാബിലിറ്റി 2 രീതിയിലുണ്ട്, ലോങ് ടേം ലാബിലിറ്റിയും ഷോർട്ട് ടേം ലാബിലിറ്റിയും. ലോങ് ടേം ലാബിലിറ്റിയിൽ ഏറ്റവും ആദ്യം വരുന്ന ലാബിലിറ്റി എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആണ്. ക്യാപിറ്റൽ ആണ് ഏറ്റവും വലിയ ലാബിലിറ്റി. ലോങ് ടേം ലാബിലിറ്റി ആണ്. കാരണം ബിസിനസിന്റെ മുതലാളി അയാളുടെ കയ്യിലുള്ള ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. ഈ പൈസ ബിസിനസ് തിരിച്ചു കൊടുക്കണം. അത് പെട്ടെന്ന് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരുപാട് കാലം കഴിഞ്ഞ് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇയാൾ എപ്പോഴാണോ ബിസിനസ് ഇറങ്ങുന്നത് അന്ന് കൊടുത്താൽ മതി. നമ്മൾ അക്കാഡമിക്കിലൊക്കെ പറയുമ്പോൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, കോൾ അപ്പ് ക്യാപിറ്റൽ എന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ വിശദമായിട്ട് ഏതെങ്കിലും ഒരു സെഷൻ നമ്മൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഡിഗ്രിക്കാരൊക്കെ അല്ലെങ്കിൽ PG ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് വരുന്നതാണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. കഴിഞ്ഞ ദിവസം ഈ ഒരു കോളേജിൽ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. ഫുള്ള് ക്യാപിറ്റലുകളുടെ ഡിഫറെന്റ് സ്ട്രക്ചറുകളായിരുന്നു. അതായത് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, കോൾ അപ്പ് ക്യാപിറ്റൽ, ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റി, ഇതെല്ലാം ക്യാപിറ്റലിലെ തന്നെ ഡിഫറൻസ്. നിങ്ങൾ ഇത്രയൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട. ഇപ്പൊ നമ്മൾ ഒരു ഇൻകം ടാക്സ് ഒക്കെ ഫയൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഷെഡ്യൂളുകൾ ഉണ്ടാവും. ഈ ഷെഡ്യൂളുകൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണ് ഈ കാര്യങ്ങളൊക്കെ വരിക, വലിയ വലിയ കമ്പനീസിന്റെ. പക്ഷെ നമ്മളിപ്പോ അത്രയും അഡ്വാൻസിന് ഉള്ളിലേക്ക് കയറി പോകണ്ട. നമ്മൾ മനസ്സിലാക്കുക ഏറ്റവും വലിയ ലാബിലിറ്റി ക്യാപിറ്റൽ ആണെന്ന് മനസ്സിലാക്കാം. രണ്ടാമത്തത് ലോങ് ടേം ലാബിലിറ്റി, 1 വർഷത്തിന്റെ മുകളിലോട്ടേക്ക് കാലാവധിയുള്ള ലാബിലിറ്റി. ബാങ്ക് ലോൺ ആകാം, വ്യക്തികളുടെ ലോൺ ആകാം, എനി 1 വർഷത്തിന്റെ മുകളിലുള്ള എന്ത് ലോണിനെയും നമ്മൾ ലോങ് ടേം ലാബിലിറ്റി എന്ന് പറയും. അതിന്റെ താഴെയുള്ള ലാബിലിറ്റീസിനെ ഒക്കെ നമ്മൾ ഷോർട്ട് ടേം ലാബിലിറ്റീസ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ഷോർട്ട് ടേമിലേക്ക് കിട്ടുന്ന ലോണുകൾ. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അസറ്റുകൾ, നമ്മുടെ ബാലൻസ് ഷീറ്റ് ഒക്കെ വെച്ചിട്ട് ബാങ്കിൽ നിന്ന് അധികമായിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന എമൗണ്ടിനെയാണ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ചെറിയ ചെറിയ ലോണുകൾ, ബാങ്കിൽ നിന്നൊക്കെ എടുക്കുന്ന ചെറിയ ലോണുകൾ, അതൊക്കെ മിക്കവാറും 6 മാസം 2 മാസം ഇത്രയൊക്കെ കാലാവധി കിട്ടുള്ളൂ. അതിനെയാണ് നമ്മൾ ഷോർട്ട് ടേം ലാബിലിറ്റി എന്ന് പറയുക. വ്യക്തികളെടുത്ത് വാങ്ങുന്ന ചെറിയ ചെറിയ ലോണുകളൊക്കെ ഈ ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. മൂന്നാമത്തത് അസറ്റ് പറഞ്ഞു, ലാബിലിറ്റി പറഞ്ഞു, പിന്നെയുള്ളത് എക്സ്പെൻസ് ആണ്. ഈ എക്സ്പെൻസിന്റെ കേസിലാണ് അധികം ആളുകളും അക്കൗണ്ട്സിലെ പ്രോബ്ലംസ് ഒക്കെ തിരിച്ചു കാണാറുള്ളത്. പ്രോബ്ലംസ് റിയൽ ലൈഫിനകത്തും ഈ ഒരു കോസ്റ്റിംഗ് കാണുന്നതിൽ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാവുന്നത് ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ടാണ്. കോസ്റ്റിംഗ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇപ്പം CMA-കാർക്കൊക്കെ അറിയാം. CMA-യിലുള്ള ആളുകൾ, ഒരുപാട് ആളുകൾ നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. CMA എന്ന് പറയുന്നത് ഒരു മാനേജീരിയൽ അക്കൗണ്ട്സ് ആണ്. മാനേജർക്ക് എങ്ങനെ ആ സ്ഥാപനം ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ CMA-ക്ക് ക്ലാസ് എടുക്കാറുണ്ട്. അപ്പൊ അവിടെ ഒരുപാട് ടെക്നിക്കുകളെ കുറിച്ച് പറയാറുണ്ട്. പക്ഷെ അതിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത് ഈ ഡയറക്റ്റ് എക്സ്പെൻസിന്റെയും ഇൻഡയറക്റ്റ് എക്സ്പെൻസിനെയും കൃത്യമായി മനസ്സിലാക്കി അതിനെ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്
ഏറ്റവും പ്രധാനപ്പെട്ടത്. തന്നെയാണ് അതിന്റെ ആകെ തുക. എക്സ്പെൻസുകളെ നമുക്ക് കൺട്രോൾ ചെയ്യാം. ഇത്രയും കാണുന്ന ഈ പറഞ്ഞ ഹോക്കിന്റെ 2-3 പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ നെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെൻസിനെ കൺട്രോൾ ചെയ്ത് എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഡയറക്റ്റ് എക്സ്പെൻസും ഇൻഡയറക്ട് എക്സ്പെൻസ്. ഞാൻ ഈ സെഗ്മെന്റ് ക്ലാസ് എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, +1 +2 ഒരാഴ്ച കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാന്ന് പറയും. +1 +2 അക്കൗണ്ട്സ് മാക്സിമം പോലും ഒരാഴ്ച കൊണ്ട് തീർക്കാവുന്നേ ഉള്ളൂ. അതേപോലെ CMA US ഒക്കെ നമുക്ക് ഇതേപോലെ ശരിക്കും 1 വർഷം കൊണ്ടൊക്കെ തീർക്കാവുന്ന കേസ്. 1 വർഷം 2 വർഷം കൊണ്ട് ഓടിക്കുന്ന സാധനം മാക്സിമം പോലെ ഒരു 3 മന്ത്സിന്റെ ഉള്ളിൽ തീർക്കാവുന്നതേ ഉള്ളൂ. അപ്പം അതിന്റെ ഒക്കെ ഒരു കോർ എന്ന് പറയുന്നത് എക്സ്പെൻസുകളെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാം. അത് തന്നെയാണ്. ഇപ്പൊ ഡയറക്റ്റ് എക്സ്പെൻസ് ഇൻഡയറക്ട് എക്സ്പെൻസ് എന്ന 2 എക്സ്പെൻസുകൾ ഉണ്ട്. ഇത് ഓരോ ബിസിനസ്സിനനുസരിച്ചും അതിന്റെ സിനാരിയോ മാറിക്കൊണ്ടിരിക്കും. മാനുഫാക്ചറിങ്ങിന്റെ ഡയറക്റ്റ് എക്സ്പെൻസുകൾ ആയിരിക്കില്ല ട്രേഡിങ്ങിന്റെ ഡയറക്റ്റ് എക്സ്പെൻസുകൾ. ട്രേഡിങ്ങിന്റെ ഡയറക്റ്റ് എക്സ്പെൻസുകൾ ആയിരിക്കില്ല സർവീസിന്റെ ഡയറക്റ്റ് എക്സ്പെൻസ്. അപ്പൊ ഇതിന്റെ ഡെഫിനിഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അത് വിശദമായിട്ട് ആ സെഷൻ നമ്മൾ മുമ്പ് എടുത്തിട്ടുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് പഴയ സെഷനിലേക്ക് പോവാം. അപ്പൊ ഡയറക്റ്റ് എക്സ്പെൻസ് സിമ്പിൾ ആയിട്ട് പറയാം, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് മുതൽ അത് സെയിലബിൾ കണ്ടീഷൻ ആകുന്നത് വരെ ഏതൊക്കെ തരത്തിലുള്ള ചെലവുകൾ ഉണ്ടോ അതിനൊക്കെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡയറക്റ്റ് എക്സ്പെൻസ്. ഒരു പ്രൊഡക്റ്റ് സെയിലബിൾ കണ്ടീഷൻ ആകുന്നത് വരെ ഏതൊക്കെ തരത്തിലുള്ള എക്സ്പെൻസുകൾ ഉണ്ടോ അതിനൊക്കെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡയറക്റ്റ് എക്സ്പെൻസ്. അപ്പൊ ലോകത്തിൽ ഇന്ന് കാണുന്ന എല്ലാ തരത്തിലുള്ള എക്സ്പെൻസുകളും ഡയറക്റ്റ് എക്സ്പെൻസ് ആവാൻ സാധ്യതയുണ്ട്. സാലറി ഡയറക്റ്റ് എക്സ്പെൻസ് ആകാം, റെന്റ് ഡയറക്റ്റ് എക്സ്പെൻസ് ആകാം, ഇലക്ട്രിസിറ്റി ഡയറക്റ്റ് എക്സ്പെൻസ് ആകാം, സാലറി ഡയറക്റ്റ് എക്സ്പെൻസ് ആകാം, കമ്മീഷൻ ഡയറക്റ്റ് എക്സ്പെൻസ് ആകാം, ട്രാവലിംഗ് എക്സ്പെൻസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആകാം. ഇതെല്ലാം കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ. ഒരു പ്രൊഡക്റ്റ് സെയിലബിൾ കണ്ടീഷൻ ആവുന്നത് വരെയുള്ള എക്സ്പെൻസുകളാണെങ്കിൽ അത് ഡയറക്റ്റ് ആയിരിക്കും. ബാക്കി എല്ലാ എക്സ്പെൻസുകളും ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിരിക്കും. ഒരു മാനുഫാക്ചറിംഗ് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ 90% എക്സ്പെൻസുകളും ഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. ഈവൻ സാലറി ആയാലും റെന്റ് ആയാലും ഇലക്ട്രിസിറ്റി ആയാലും ഇതൊക്കെ മാനുഫാക്ചറിംഗ് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. ഇത് ട്രേഡിംഗ് സെഗ്മെന്റിലേക്ക് പോകണമെങ്കിൽ ഈ സാലറി, കമ്മീഷൻ, ട്രാവലിംഗ് ഒക്കെ ചിലപ്പോൾ ഇൻഡയറക്റ്റിലേക്ക് പോകാം. വിശദമായിട്ട് അതിന്റെ ക്ലാസ് എടുത്തിട്ടുണ്ട്. ആ ക്ലാസ് ശരിക്കും കേൾക്കണം. അപ്പൊ ഇതൊന്നും കേൾക്കാതെ പോയി കഴിഞ്ഞാൽ സാർ ഇതൊക്കെ എനിക്ക് അറിയാന്ന് പറഞ്ഞാൽ പോയി കഴിഞ്ഞാൽ മാനുഫാക്ചറിങ്ങിന്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സർവീസിന്റെ പ്രോബ്ലം എന്താ സാറേ, സാധാരണ രീതിയിൽ സാലറി എന്ന് പറയുമ്പോൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് അല്ലേ. ഇപ്പൊ ഇവൻ ഓൾറെഡി ഇവന്റെ തലയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും സാലറി, അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ട്രാവലിംഗ് അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഈ സ്റ്റോർ ചെയ്ത ഡാറ്റ വെച്ചിട്ട് എന്ത് ചെയ്യരുത്, മുമ്പോട്ട് പോയത് അക്കൗണ്ട്സിൽ ഒന്നും ബൈഹാർട്ട് ചെയ്യാനില്ല. ബൈഹാർട്ട് ചെയ്യാൻ ആകെ ഉള്ളത് ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞ 3 കോൺസെപ്റ്റ് മാത്രം, അതിന്റെ ഡെഫിനിഷൻ മാത്രം ബൈഹാർട്ട് ചെയ്യേണ്ട. മനസ്സിലാക്കി കഴിഞ്ഞാൽ അത്രയും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ക്ലിയർ ആയി? അപ്പം ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് പ്രൊഡക്റ്റ് സെയിലബിൾ കണ്ടീഷൻ ആകുന്നവരെ എന്തൊക്കെ ചെലവുണ്ടോ അതെല്ലാം ഡയറക്റ്റ് എക്സ്പെൻസ്, ബാക്കിയെല്ലാം ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. സെയിലബിൾ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ ഒരു സാധനം ഞാൻ ഇവിടുന്ന് കോഴിക്കോട് നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഇവിടുന്ന് കോഴിക്കോട് പോയി ഈ സാധനം എടുത്ത് എന്റെ സ്ഥാപനത്തിൽ സെയിൽ ചെയ്യാൻ കണ്ടീഷൻ ആവുന്ന രീതിയിൽ ഞാൻ ഇത് സ്റ്റോക്ക് ചെയ്യുന്നു. അതുവരെയുള്ള എക്സ്പെൻസുകൾ. അപ്പൊ ഇവിടുന്ന് പോകുന്ന ട്രാവലിംഗ് ഡയറക്റ്റ് ആയിരിക്കും. അവിടുന്ന് ഒരു പോർട്ടർ എടുത്തുകൊണ്ട് വരുന്ന അയാൾക്ക് കൊടുക്കുന്ന വേജ് ഡയറക്റ്റ് ആയിരിക്കും. അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന ട്രാവലിംഗ് ഡയറക്റ്റ് ആയിരിക്കും. ഇവിടുന്ന് പോർട്ടർ എടുത്ത് എന്റെ സ്ഥാപനത്തിൽ വെക്കുന്ന അതുവരെയുള്ള എല്ലാ എക്സ്പെൻസുകളും ഡയറക്റ്റ് ആയിട്ട് മാറും. അത് കഴിഞ്ഞതിന് ശേഷം വരുന്ന എല്ലാ തരത്തിലുള്ള അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസുകൾ, സെയിലുമായി ബന്ധപ്പെട്ട എക്സ്പെൻസുകൾ ഇതെല്ലാം ഇൻഡയറക്റ്റിലേക്ക് പോകും. ക്ലിയർ? ഇനി അടുത്തത് ഇൻകം ആണ്. ഇൻകം എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ഇൻകം ഉണ്ട്, ഇൻഡയറക്റ്റ് ഇൻകം ഉണ്ട്. ഡയറക്റ്റ് ഇൻകം ഉണ്ട്, ഇൻഡയറക്റ്റ് ഇൻകം. ഡയറക്റ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ബിസിനസ് ആണോ ചെയ്യുന്നത് ആ ബിസിനസ്സിൽ നിന്ന് സാലറി എപ്പോഴാണ് ഡയറക്റ്റ് എക്സ്പെൻസ് ആവുക? സാലറി എപ്പോഴാണ് ഡയറക്റ്റ് എക്സ്പെൻസ് ആവുക? ആരെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? സാലറി എപ്പോഴാണ് ഡയറക്റ്റ് എക്സ്പെൻസ് ആവുക? പഴയ ആളുകളൊന്ന് പറഞ്ഞു കൊടുത്തേ. പഴയ ആളുകൾ ഹലോ. ഡെയിലി ഷാനു വയ്യൂബ് ഡെയിലി കൊടുക്കുന്നത്, ഡെയിലി പേ ചെയ്യുമ്പോൾ ഒരിക്കലും ഡയറക്റ്റ് എക്സ്പെൻസ് ആവില്ല. ഇറ്റ്സ് റോങ്. ഡെയിലി കറക്റ്റാ പറഞ്ഞോളെ, നിങ്ങൾ തെറ്റിക്കോട്ടെ. ഡെയിലി വന്ന് ഒരു മിനിറ്റ് നിങ്ങൾ ശ്രദ്ധിക്കാൻ, ഇത് എല്ലാരും പുതിയ ആളുകളാണെന്ന് തോന്നുന്നു തെറ്റിക്കുന്നത്. വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വേജസും ഡയറക്റ്റ് എക്സ്പെൻസ് അല്ല. ഓർമ്മിക്കണേ, ശ്രദ്ധിക്കണേ. എല്ലാ വേജസും നമ്മൾ സ്കൂളിൽ നിന്ന് അക്കാഡമിക്കലി പഠിച്ചു വരുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആണ് വേജ് എന്ന് പറയുന്ന സാധനം ഡയറക്റ്റ് എക്സ്പെൻസ് ആണെന്നുള്ളത്. നോ, വേജ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് ചില കേസുകളിൽ. 90% കേസുകളിൽ വേജ് ഡയറക്റ്റ് അല്ല. 90% കേസുകളും വേജ് ഡയറക്റ്റ് അല്ല. പറഞ്ഞോളൂ.
ഒരു പ്രൊഡക്ഷനിൽ സ്പെൻഡ് ചെയ്യുന്ന എക്സ്പെൻസ് ആണ് മറ്റേ ഡയറക്റ്റ് സാലറി. അതെ, ഒരു മാനുഫാക്ചറിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന യാ. കൊടുക്കുന്ന സാലറി ഡയറക്റ്റ് സാലറി. മാനുഫാക്ചറിങ് ബിസിനസ്സിനകത്ത് കൊടുക്കുന്ന സാലറീസ് എല്ലാം ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. വേജ് എന്ന് പറയുന്ന ഒരു സംഭവം എല്ലാം ഒരുപാട് ആളുകൾ കമന്റ് ചെയ്ത് ഡെയിലി കൊടുക്കുന്ന വേജ് അങ്ങനെയല്ല. വേജ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഉള്ളതിന് ഞാനൊരു ഉദാഹരണം പറയാം. അതെ, പറഞ്ഞോളൂ. ഇപ്പോ നമ്മള് ഒരു സ്ഥാപനത്തില്, ഞാൻ നേരത്തെ പറഞ്ഞൊരു ഉദാഹരണമാണ്, നമ്മളൊരു സ്ഥാപനത്തില് നമ്മൾ രാവിലെ ഓഫീസ് തുറന്നപ്പോ നമ്മുടെ ഓഫീസിന്റെ ഉള്ളിൽ ഒരു പാമ്പ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? ആ പാമ്പ് പിടിക്കാന് പാമ്പ് പിടുത്തക്കാരനെ കൊണ്ടുവരണം. നമ്മളൊരു പാമ്പ് പിടുത്തക്കാരനെ കൊണ്ടുവന്നു, അദ്ദേഹം പാമ്പിനെ പിടിച്ചു, നമ്മൾ അദ്ദേഹത്തിന് ഒരു കൂലി കൊടുക്കണം. കൂലി കൊടുക്കുന്നതാണല്ലോ വേജ്. അദ്ദേഹത്തിന് സാലറി അല്ല നമ്മൾ കൊടുക്കുന്നത്, അദ്ദേഹത്തിന് നമ്മൾ അന്ന് ആ ചെയ്ത ആ ഒരു ഇതിന് പൈസ കൊടുക്കണം. അതൊരു കൂലിയാണ്, അതൊരു വേജ് ആണ്. അതെങ്ങനെ ഡയറക്റ്റ് എക്സ്പെൻസ് ആകുക? ഒരിക്കലും ഡയറക്റ്റ് എക്സ്പെൻസ് അല്ല, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അല്ല സാർ, അങ്ങനല്ലേ? യെസ്, കറക്റ്റ്. ക്ലിയർ ആയില്ല? എല്ലാവർക്കും മനസ്സിലായില്ലേ? വേജ് എന്ന് പറയുന്നത് ഇത്ര ചിന്തിക്കാണല്ലോ. ഈ ഡയറക്റ്റ് എക്സ്പെൻസിന്റെ ഡെഫിനേഷൻ പറഞ്ഞുതരാം. ഒരു പ്രൊഡക്റ്റുമായിട്ട് ഡയറക്ട്ലി അത് പർച്ചേസ് ചെയ്യുമായി ബന്ധപ്പെട്ട് ഡയറക്ട്ലി എന്തൊക്കെ കോസ്റ്റുകൾ ഇൻകർ ആവുന്നോ അതെല്ലാം ഡയറക്റ്റ് എക്സ്പെൻസ്. ദാറ്റ് മീൻസ് പ്രൊഡക്റ്റുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. ക്ലിയർ ആയോ? ഈ പാമ്പും പ്രൊഡക്റ്റും തമ്മിൽ ഒരു അവിഹിത ബന്ധം വരെ ഇല്ലല്ലോ. നേരത്തെ ഫാറൂഖ് ഭായി പറഞ്ഞ, സോ അതുകൊണ്ട് ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് അത് മാറും. ക്ലിയർ ആയില്ലേ? ഇതേപോലെ നമ്മൾ രാവിലെ വരുമ്പോൾ നമ്മൾ പറഞ്ഞു, രാവിലെ വരുന്ന സമയത്ത് ഈ ബാത്റൂമിന്റെ അവിടുത്തെ ഒരു തേങ്ങ വീണിട്ട് അവിടുത്തെ ആ ഒരു നമ്മളെ ബാത്റൂമിന്റെ സ്ലാബിന് എന്തോ ഒരു പ്രശ്നം പറ്റി. നമ്മളൊരു അണ്ണനെ വിളിക്കുന്നു, അണ്ണനെ വിളിച്ചിട്ട് അയാൾ അത് ക്ലീൻ ചെയ്തു, അയാൾക്ക് നമ്മളൊരു പൈസ കൊടുക്കുന്നു, നമ്മൾ വേജല്ലേ കൊടുക്കുക. ഈ വേജ് എന്താണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പൊ നമ്മൾ പഠിക്കുന്ന സാധനം ആയിരിക്കില്ല റിയൽ ലൈഫിൽ ബിസിനസ് വരാം. ചിലപ്പോൾ ഫാറൂഖ് ഭായി പറഞ്ഞ പോലെ പാമ്പ് കയറും, പൂച്ച കയറും, പല്ല് കയറും, ഓന്തൊക്കെ കയറും. അപ്പൊ ഒക്കെ അവിടെ എക്സ്പെൻസ് വരും. ടാങ്ക് പൊട്ടും, മറ്റുള്ള പ്രശ്നങ്ങൾ വരും. ചിലപ്പോൾ നമ്മള് സ്ഥാപനത്തിൽ നിൽക്കുന്ന സ്റ്റാഫ് ആരെങ്കിലും ബോധം കെട്ടു പോകും. ഇതൊക്കെ വരും. ഇതൊന്നും അക്കാഡമിക്കലി നമ്മൾ പഠിക്കില്ല, പക്ഷെ ഇതിനൊക്കെ ട്രീറ്റ് ചെയ്യാനുള്ള ടെക്നിക്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് ഇതിന് സാധനത്തിലേക്ക് അപ്ലൈ ചെയ്യാം. അല്ലാതെ ക്യാഷ് അക്കൗണ്ട് അറ്റർ ടു ക്യാപിറ്റൽ എന്ന് പറഞ്ഞ സാധനം മാത്രമല്ല ബിസിനസ്സിനകത്ത് വരിക. ഒരു റിയൽ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് UAE-ലുള്ള ഒരു കമ്പനി ഞാൻ കൺസൾട്ട് ചെയ്യുന്നുണ്ട്. ആ കമ്പനിയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 3 ബിറ്റ്കോയിൻ ആണ്. ശ്രദ്ധിക്കണേ, 3 പാർട്ട്ണർമാര്, ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബിറ്റ്കോയിൻ ആണ്. അന്നത്തെ വില ഒരു ബിറ്റ്കോയിന് വന്നൊരു 67 ലാക്ക് ഉണ്ടായിരുന്നു. അതായത് 1 കോടി 2 ലക്ഷത്തിന് ഒന്ന് ചില്ലറ ലക്ഷങ്ങൾ ബാക്കിയുള്ളൂ. 3 ബിറ്റ്കോയിൻ. നമ്മൾ അക്കാഡമിക്കൽ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ ബിറ്റ്കോയിൻ? നമ്മൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ബിറ്റ്കോയിൻ, അയ്യോ ഇതെന്തോ ഒരു കോയിൻ, എന്തോ ഒരു തട്ടിപ്പാണ്, എന്തോ ഒരു ഉടായിപ്പാണെന്ന്. പക്ഷെ ഗൾഫിലെ ആ കമ്പനി കൊണ്ടുവന്ന് 3 ബിറ്റ്കോയിൻ ആണ് അവരുടെ ക്യാപിറ്റൽ ആയിട്ട് കൊണ്ടുവന്നത്. INR-ലേക്കോ മാറ്റുകയാണെങ്കിൽ 2 കോടിന്റെ അടുത്ത്. ഇങ്ങനെ മനസ്സിലായില്ലേ? അപ്പൊ ഇതൊക്കെ അക്കാഡമിക്കലി വരും. അപ്പൊ ഇതിനൊക്കെ എന്താണോ എനിക്കിതൊക്കെ അറിയാന്ന് പറഞ്ഞിട്ട് സ്കിപ്പ് ചെയ്താണ് പോയി കഴിഞ്ഞാല്, ചിലപ്പോൾ ഞാൻ ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് വിശദമായി ക്ലാസ് എടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ക്രിപ്റ്റോ കറൻസി വർക്ക് ചെയ്യണത്, എങ്ങനെയാണ് ബ്ലോക്ക് ചെയിൻ വർക്ക് ചെയ്യണത്, എങ്ങനെയാണ് സ്മാർട്ട് കോൺട്രാക്ട് ഉണ്ട്, അതിനെ കുറിച്ച് വിശദമായിട്ട് ഞാൻ ക്ലാസ് ഇത് എവിടേക്കോ സെഷനിലാണ്, 7-ാമത്തെയോ 6-ാമത്തെയോ ഇടം. അപ്പൊ ഇതൊക്കെ സ്കിപ്പ് ചെയ്ത് എനിക്ക് അറിയാന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ ബിറ്റ്കോയിൻ അയ്യോ ഇതെങ്ങനെ സാറെ ട്രീറ്റ് ചെയ്യാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒറ്റ വഴിയുള്ളൂ. ബൈക്കിൽ ആ പാമ്പും കോണിയും കളിക്കുന്ന പോലെ നേരൊക്കെ തട്ടല് ബാക്കോട്ടേക്ക്. പാമ്പണ് ഒഴുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷ ഉണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞത് കാര്യമില്ല. മനസ്സിലായില്ല? അതുകൊണ്ട് വീണ്ടും പറയണേ. അപ്പം ഈ എക്സ്പെൻസ് ഉള്ള കാര്യം ഒരിക്കലും അത് ഡെയിലി കൊടുക്കുന്ന എല്ലാം വേജസ് തന്നെയാണ്. പക്ഷെ അത് പ്രൊഡക്റ്റുമായിട്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ, അപ്പൊ ഈ സാധാരണ രീതിയിൽ നമ്മൾ അക്കാഡമിയിൽ പഠിക്കുന്ന വേജസ് ഒക്കെ എന്താ? ആ വേജ് ഏതാണെന്നറിയോ? നമ്മൾ ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകില്ലേ, പോർട്ടർ ഉണ്ടാവില്ലേ, അയാള് ആ കടയിൽ നിന്ന് എടുത്തിട്ട് നമ്മളെ കടയിലേക്ക് നോക്കുമ്പോൾ അയാൾക്ക് ഒരു കൂലി കൊടുക്കൂലേ? അതോ ആ വേജാണ് നമ്മൾ പഠിക്കുന്ന വേജ്. ഇപ്പൊ നമ്മള് പിന്നെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോ സാധനം നമ്മള് ഇപ്പോ പിന്നെ കോഴിക്കോട് നിന്ന് കൊടുന്നു മലപ്പുറത്തേക്ക്, എന്നിട്ട് നമ്മള് ഒരു ബംഗാളിനെ അത് ഇറക്കി വെക്കാൻ വേണ്ടി ശമ്പളത്തിന് വെച്ചു, സാലറി കൊടുത്തതാണ്. അദ്ദേഹം ലോഡ് വരുമ്പോ സാലറി ഇറക്കി വെക്കും, സാധനങ്ങൾ ഇറക്കി നമ്മളെ ഗോഡൌണിൽ വെക്കുന്നു. അപ്പൊ അദ്ദേഹം ഈ പർച്ചേസുമായി ബന്ധപ്പെട്ട എക്സ്പെൻസ് ആണ്, പക്ഷെ അദ്ദേഹത്തിന് നമ്മൾ കൊടുക്കുന്ന സാലറിയാണ്. അപ്പൊ അത് ഡയറക്റ്റ് എക്സ്പെൻസ് ആവും. അല്ലേ സാറേ? അങ്ങനല്ലേ? അതെ, കറക്റ്റ്. ക്ലിയർ ആയില്ലേ? അപ്പൊ സാലറി ഡയറക്റ്റ് എക്സ്പെൻസ് ആവുന്ന ഇങ്ങനെ. അപ്പൊ നമ്മൾ അദ്ദേഹത്തിന് കൂലിയല്ല കൊടുക്കുന്നത്, അദ്ദേഹത്തിന് നമ്മൾ കൊടുക്കുന്ന എന്താണ്? സാലറിയാണ്. എല്ലാ മാസവും നമ്മൾ അദ്ദേഹത്തിന് ഒരു ഫിക്സഡ് എമൗണ്ട് സാലറി ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ സാലറി ഇവിടെ ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടാണ് വരുന്നത്.
കത്തില്ലേ? എല്ലാവർക്കും പിക്ചർ വ്യക്തമായില്ലേ? ഹലോ, ഇതെന്താണെന്നൊക്കെ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് മുമ്പിൽ അല്ലെ ഫാറൂഖ് ഭായി? ഒരു ആദ്യത്തെ എനിക്കാണ് ആദ്യത്തെ 5-6 ക്ലാസ് ഇത് തന്നെ അല്ലെ വിശദമായിട്ട് കീറി മുറിച്ച് പറയണ്ടേ? അതെ, അതേപോലെ എല്ലാരും പഴയ ക്ലാസ്സുകളൊക്കെ കേട്ട് കഴിഞ്ഞാല് എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കട്ടോ. പെട്ടെന്ന് അക്കൗണ്ടന്റ് ആവാൻ എല്ലാവരും ശ്രമിക്കരുത്. എല്ലാവരും ഇങ്ങനെ പതുക്കെ പതുക്കെ എല്ലാം ഇങ്ങനെ കേട്ട് നന്നായിട്ട് മനസ്സിലാക്കി റിപ്പീറ്റ് ചെയ്ത് ക്ലാസ് ഇനി മനസ്സിലാവുന്ന ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. അങ്ങനെയാണ് പോയാൽ അത് മനസ്സിലായില്ലെങ്കിൽ ഗ്രൂപ്പിനകത്ത് ചോദിക്കാം. പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. പഴയ ആളുകളൊക്കെ അത് ഫോളോ ചെയ്ത് വരുന്ന ആൾക്കാരാണ്. പുതിയ ആളുകൾക്ക് വീണ്ടും വീണ്ടും പറയാണ്, ഇതിങ്ങനെ തന്നെ ചെയ്യണം, ഒപ്പിക്കരുത്, ദയവ് ചെയ്ത് ഒപ്പിക്കരുത്. ഒപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും സമയത്ത് പറയല അയാളെ ക്ലാസ്സിൽ നിന്ന് ഒന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ ഞാൻ തോറ്റു. കാരണം അക്കൗണ്ട്സ് ഞാൻ പഠിപ്പിച്ച് മനസ്സിലായില്ല എന്ന് പറഞ്ഞ ആൾക്കാർ എന്റെ അഹങ്കാരത്തോടു കൂടി ഞാൻ പറയും. കാരണം എന്റെ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു മേഖല ഇതാണ്. അക്കൗണ്ട്സിനെ എത്ര വലിയ സാധനമാണ് അരച്ചു കുളിച്ച് കൈമിൽ എടുക്കുക എന്നുള്ളത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആയതുകൊണ്ടാണ്. അപ്പൊ ശ്രദ്ധിക്കണം, മിസ് ചെയ്യരുത്. അപ്പം ഇനി ഇൻകം ശ്രദ്ധിക്കണേ. ഇൻകം ഡയറക്റ്റ് ഇൻകം, ഇൻഡയറക്റ്റ് ഇൻകം. ഇൻകം 2 രീതിയിലാണ് നമുക്ക് കിട്ടാൻ ചാൻസ്. ഒന്ന് ഇൻകം ഫ്രം സെയില്, മാനുഫാക്ചറിംഗ് എന്നും ട്രേഡിംഗ് എന്നും കിട്ടുന്നത് ഇൻകം ഫ്രം സെയില്. എന്ത് പ്രൊഡക്റ്റ് ആണോ അത് വിൽക്കുന്ന അതുകൊണ്ട് കിട്ടുന്ന ഇൻകം. രണ്ടാമത്തെ ഇൻകം ഫ്രം സർവീസ്. ഏത് സർവീസ് ആണോ ചെയ്യുന്നത് അതിൽ നിന്ന് കിട്ടുന്നത്. ഇപ്പൊ ഞാനൊരു എഡ്യൂക്കേഷൻ സർവീസ് കൊടുക്കുന്നു, അതുകൊണ്ട് എനിക്ക് ഇൻകം കിട്ടുന്നു അല്ലെ. ബാങ്കുകാർക്ക് അവർക്കൊരു ഇൻകം കിട്ടുന്നു. അക്ഷയ സെന്റർ ഒരുപാട് പരിപാടികൾ കൊടുക്കുന്നു, അവർക്ക് ഇൻകം കിട്ടുന്നു. ട്രേഡിംഗ് ബിസിനസ് എന്താ ചെയ്യാം? സൂപ്പർ മാർക്കറ്റിൽ സാധനം വിൽക്കുന്നു, വാങ്ങുന്നു, അതിനകത്ത് ഇൻകം കിട്ടുന്നു. ക്ലിയർ ആയില്ലേ? അപ്പൊ എന്ത് ബിസിനസ് ആണോ ചെയ്യുന്നത് ആ ബിസിനസ്സിൽ നിന്ന് നേരി കിട്ടുന്ന ഇൻകം ഡയറക്റ്റ് ഇൻകം, ബാക്കി എല്ലാ ഇൻകം ഇൻഡയറക്റ്റ് ഇൻകം. ഞാനൊരു സൂപ്പർ മാർക്കറ്റ് കച്ചവടം നടത്തുന്ന ഒരാളാണ്. സാധനങ്ങൾ വാങ്ങുന്നു, വിൽക്കുന്നു, അതിൽ നിന്ന് എനിക്കൊരു പൈസ കിട്ടുന്നു, ഡയറക്റ്റ് ഇൻകം ആണ്. ഇതിനിടയിൽ കൂടെ ഒരു കമ്മീഷൻ കിട്ടുന്നു, അത് ഇൻഡയറക്റ്റ് ആണ്. കാരണം ഈ പ്രൊഡക്റ്റ് നേരിട്ടുള്ള പരിപാടിയിൽ നിന്ന് കിട്ടുന്നതല്ല. ക്ലിയർ ആയില്ല? ഇതാണ് ഡയറക്റ്റ് ഇൻകം, ഇൻഡയറക്റ്റ് ഇൻകം. എന്ത് ബിസിനസ് ആണോ ആ ബിസിനസ് നേരിട്ട് കിട്ടുന്നത് ഡയറക്റ്റ് ഇൻകം, ഇൻഡയറക്റ്റ് ഇൻകം. ഇതാണ് ബേസ്. ഇനിയുള്ളത് 4 തരത്തിലുള്ള ഗ്രൂപ്പുകളെ കുറിച്ച് പറഞ്ഞു. ഏതൊക്കെയാ? അസറ്റ്, ലാബിലിറ്റി, എക്സ്പെൻസ്, ഇൻകം. ഇനി സബ് ഗ്രൂപ്പുകൾ പറഞ്ഞു. ഫിക്സഡ് അസറ്റ്, കറണ്ട് അസറ്റ്, ലോങ് ടേം ലാബിലിറ്റി, ഷോർട്ട് ടേം ലാബിലിറ്റി, ഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ഡയറക്റ്റ് ഇൻകം, ഇൻഡയറക്റ്റ് ഇൻകം. ക്ലിയർ ആയില്ലേ? ഓക്കെ. ഇനി മൂന്ന് അക്കൗണ്ട്സുകളാണ്. 3 ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 3 ടൈപ്സ് ഓഫ് അക്കൗണ്ട്: നോമിനൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്. ഈ രീതിയിൽ പഠിച്ചു പോകുന്നത് നല്ലത്. മോഡേൺ ആയിട്ടുള്ള ഒരു തിയറി ഉണ്ട്. അസറ്റ് എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യാം. അത് ചില കേസുകളിൽ റോങ് ആയിട്ട് വരാറുണ്ട്. ഞാൻ തന്നെ കുറെ ഡൗട്ടുകൾ ചില രീതിയിൽ ചോദിക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് ഡൗട്ടുകൾ വരാറുണ്ട്. ഏറ്റവും നല്ലത് ഈ നോമിനൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ നിയമം പഠിച്ചിട്ട് കറക്റ്റ് ആയിട്ട് പോകുന്നതാണ്. നിങ്ങൾക്ക് മറ്റൊരു ഐഡിയ കൂടെ പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ പോകാം. നോമിനൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നോർമൽ ആയിട്ട് ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ അക്കൗണ്ട്സുകളും നോമിനൽ അക്കൗണ്ടിലാണ് വരിക. നോർമലായി നടക്കുന്ന എല്ലാം നോമിനൽ അക്കൗണ്ടിലാണ് വരിക. നോർമൽ എന്തൊക്കെയാണ് നടക്കുക? പർച്ചേസ് നടക്കും, സെയില് നടക്കും, എക്സ്പെൻസ് നടക്കും, ഇൻകം നടക്കും, നഷ്ടം ഉണ്ടാവും, ലാഭം ഉണ്ടാവും. ഇതെല്ലാ ബിസിനസ്സും നോർമലായി നടക്കുന്ന കാര്യം അല്ലെ. റോഡിന്റെ സൈഡിൽ കാണുന്ന തട്ടുകട മുതൽ ലോകത്ത് വലിയ ബിസിനസ്സുകളായ ഇലോൺ മസ്കിന്റെ ബിസിനസ്സിൽ വരെ നടക്കുന്ന കാര്യം. പർച്ചേസ് ഉണ്ടാവും, സെയിൽ ഉണ്ടാവും, എക്സ്പെൻസ് ഉണ്ടാവും, ഇൻകം ഉണ്ടാവും. ചിലപ്പോൾ ലാഭമായിരിക്കും, ചിലപ്പോൾ നഷ്ടമായിരിക്കും അല്ലെ. ഇതെല്ലാം ബിസിനസ്സും ഉണ്ട്. ഇതിനൊരു നിയമമുണ്ട്, നോമിനൽ അക്കൗണ്ടിന്റെ നിയമം. ആ ഒരു നിയമം എന്ന് പറയുന്നത് എക്സ്പെൻസോ ലോസോ വന്നു കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യണം. ഡെബിറ്റ് പറയുമ്പോൾ മുകളിലെ ഭാഗത്ത് എഴുതണം എന്നതിന് അർത്ഥമുള്ളൂ. വരവോ ലാഭമോ ആണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം, അതിന്റെ താഴെയുള്ള ഏരിയയിൽ എഴുതണം. ഇതാണ് നിയമം, നോമിനൽ അക്കൗണ്ട് നിയമം. നോർമലായിട്ട് എന്തൊക്കെ നടക്കുന്നുണ്ടോ, നോർമൽ എന്തൊക്കെയാ നടക്കുക? പർച്ചേസ്, സെയില്, എക്സ്പെൻസ്, ഇൻകം, നഷ്ടം, ലാഭം. ഇതില് എക്സ്പെൻസോ ലോസോ ആണെങ്കിൽ ഡെബിറ്റ് ചെയ്യണം, വരവോ ലാഭമോ ആണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം. അതായത് ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ട്സ് എന്നാണ് പറയാ ഈ സംഭവത്തിനൊക്കെ. ക്ലിയർ ആയില്ലേ? അതാണ് ഒന്നാമത്തെ നിയമം. രണ്ടാമത്തത് റിയൽ അക്കൗണ്ട് ആണ്. റിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ ആയിട്ടുള്ള ബിസിനസ്. റിയൽ എന്ന് പറയുമ്പോൾ അസറ്റ് ആണ്. റിയൽ ബിസിനസിനകത്ത് റിയൽ ആയിട്ട് ബാക്കിയാവുന്നത് ഈ പറയുന്ന നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റിയലി ബിസിനസിനകത്ത് ബാക്കിയാവുന്നത് അസറ്റുകൾ മാത്രം. ഈ അസറ്റിന് ഒരു നിയമമുണ്ട്. അസറ്റ് വന്നാൽ ഡെബിറ്റ് ചെയ്യണം, അസറ്റ് പോയി കഴിഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യണം.
നോർമലി അക്കൗണ്ട്സിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് ആണ് വരുന്നൊക്കെ ഡെബിറ്റ് ചെയ്യാം, പോകുന്നൊക്കെ ക്രെഡിറ്റ് ചെയ്യാം. ഇങ്ങനെ ഒരു പറച്ചിൽ പൊതുവെ അക്കൗണ്ട്സിലുണ്ട്. അങ്ങനെയല്ല, വരുന്ന എല്ലാം ഡെബിറ്റ് ചെയ്യൂല അക്കൗണ്ട്സിൽ. അസറ്റ് വന്നാൽ ഡെബിറ്റ് ചെയ്യും, അസറ്റ് പോയാൽ ക്രെഡിറ്റ് ചെയ്യും. അസറ്റിന്റെ നിയമം മാത്രം. ബാക്കിയുള്ള ഒക്കെ ഡെബിറ്റ്, വരുന്നൊക്കെ ഡെബിറ്റ്, പോകുന്ന ക്രെഡിറ്റ് എന്നുള്ള പൊതുവെ പറയാം. അങ്ങനെയല്ല, അസറ്റുകളുടെ കേസിൽ മാത്രം അസറ്റ് വന്നാൽ ഡെബിറ്റ് ചെയ്യാം, അസറ്റ് പോയി കഴിഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യാം. രണ്ടാമത്തെ നിയമം ഇതാണെന്ന് പഠിക്കേണ്ട നിയമങ്ങൾ. മൂന്നാമത്തത് പേഴ്സണൽ അക്കൗണ്ട് ആണ്. ഈ ബിസിനസ്സിന് പുറത്തുള്ള വ്യക്തികളുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള റിലേഷൻസ് ഉണ്ടെങ്കിൽ അതിനെയാണ് പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയാം. ബിസിനസ്സിന് വേറെ റിലേഷൻസ് ഒന്നും ഉണ്ടാവില്ല. ഒന്നെങ്കിൽ കിട്ടാണ്ടാവും, അല്ലെങ്കിൽ കൊടുക്കാണ്ടാവും. ഈ റിലേഷൻ ഉണ്ടാവാം. ഈ കൊടുക്കാനുള്ളത് ഒരു സ്ഥാപനമാകാം, ഒരു വ്യക്തിയാകാം, ഒരു അസോസിയേഷൻ ഓഫ് പീപ്പിൾ ആകാം, ഒരു ടീം ആകാം, ആരും ആകാം. കിട്ടാനുള്ളതും അങ്ങനെ തന്നെ ആകും, കൊടുക്കാനുള്ളതും അങ്ങനെ തന്നെ ആകും. അവരെയാണ് പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയാം. ഈ ബിസിനസ്സിന് പുറത്തുള്ള വ്യക്തികളുമായിട്ടുള്ള ഈ റിലേഷൻ കൊടുക്കാനുള്ള റിലേഷൻ ആയിരിക്കും, ഒരുപക്ഷെ കിട്ടാനുള്ള റിലേഷൻ ആയിരിക്കും. അപ്പൊ ചെയ്യേണ്ട നിയമം ഇതാണ്: സ്വീകരിക്കുന്ന ആളെ ഡെബിറ്റ് ചെയ്യാം, കൊടുക്കുന്ന ആളെ ക്രെഡിറ്റ് ചെയ്യാം. സ്വീകരിക്കുന്ന ആളെ ഡെബിറ്റ് ചെയ്യാം, കൊടുക്കുന്ന ആളെ ക്രെഡിറ്റ് ചെയ്യാം. ഇപ്പൊ 3 അക്കൗണ്ട്സ് ഉള്ളത്: നോമിനൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നോമിനൽ അക്കൗണ്ട് എന്തൊക്കെയാ? നോർമൽ ആയിട്ട് ബിസിനസ്സിൽ ഞാൻ ഇങ്ങനെ നല്ല അതിന്റെ ഡെഫിനേഷൻ നിങ്ങളെ തലയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നോർമൽ എന്ന് പറയാം. നോർമൽ ആയിട്ട് ഒരു ബിസിനസ്സിൽ നടക്കുക പർച്ചേസ്, സെയിൽ, എക്സ്പെൻസ്, ലോസ്, ഇൻകം. ഇതില് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. രണ്ടാമത് അസറ്റുമായി ബന്ധപ്പെട്ട നിയമമാണ് റിയൽ അക്കൗണ്ടിൽ. വാട്ട് കംസ് ഇൻ ദാറ്റ് ഇസ് ഡെബിറ്റ്, വാട്ട് ഗോസ് ഔട്ട് ദാറ്റ് ഇസ് ക്രെഡിറ്റ്. റൈറ്റ്. ഇനി മൂന്നാമത്തത് പേഴ്സണൽ അക്കൗണ്ട് ആണ്. സ്വീകരിക്കുന്ന ആളെ ഡെബിറ്റ് ചെയ്യണം, കൊടുക്കുന്ന ആളെ. ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. ക്ലിയർ ആയല്ലോ? ഇതാണ് 3 അക്കൗണ്ടുകൾ. സെറ്റ് ആണോ? റെഡി അല്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് പെട്ടെന്ന് ചോദിച്ചേ, ഓടിച്ചേ. ഇതൊക്കെ വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട് 5-6 ക്ലാസ്സുകളൊക്കെ ആയിട്ട്. മിസ് ചെയ്യരുത്. എത്ര ചടപ്പുണ്ടെങ്കിൽ എത്ര ടൈമിലെങ്കിലും കേട്ട് മെല്ലെ പോന്നാൽ മതി. 6 മാസം കൊണ്ട് കംപ്ലീറ്റ് ആണെന്ന് എവിടെയും എഴുതി കൊടുക്കൊന്നും വേണ്ട. 1 കൊല്ലം കൊണ്ടാണെങ്കിൽ 1 കൊല്ലം കൊണ്ട് തീർത്താൽ മതി. നിങ്ങൾക്ക് ഇത് ഒരുപാട് കാലത്തേക്ക് ആക്സസ് കിട്ടും. ബേജാറെടുത്ത് തീർക്കണ്ട. അതായത് ഇത് പോയി പോവോ, ഇല്ലാണ്ടായി പോവോ, അങ്ങനെ വിചാരിക്കണ്ട. സാവകാശം നോട്ട് ചെയ്ത പ്രോബ്ലം വരുന്ന പ്രോബ്ലംസ് ഒക്കെ എഴുതാം. എല്ലാം എഴുതി പതുക്കെ 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 വരും. അപ്പോഴേക്കും ഒരുപക്ഷെ നിങ്ങൾ ഡിഗ്രി കുട്ടികളാണെങ്കിൽ ഡിഗ്രി കഴിയും, PG ആണെങ്കിൽ PG കഴിയും, MBA ആണെങ്കിൽ MBA കഴിഞ്ഞോളും, CA ആണെങ്കിൽ CA കഴിഞ്ഞോളും. CA കഴിഞ്ഞു കഴിഞ്ഞാലും ഗുണം എന്താ പറയാ, പ്രാക്ടിക്കൽ അക്കൗണ്ട്സ് പഠിക്കാൻ കഴിയും. തിയറി നിങ്ങൾ ഒരുപക്ഷെ നല്ല തിയറി ആയി ഓടിക്കുന്നുണ്ടാവാം. പക്ഷെ റിയൽ ബിസിനസ്സിനകത്ത് വേറെ രീതിയിലാണ് ട്രീറ്റ് ചെയ്യാം. എപ്പോഴും മനസ്സിലാക്കുക, പ്രാക്ടിക്കൽ അക്കൗണ്ട്സും അക്കാഡമിക് അക്കൗണ്ട്സും രണ്ടും 2 രീതിക്ക് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. ചെയ്യുന്നതും 2 രീതിക്കാണ്. അക്കാഡമിക്കൽ SLC എന്തിനാ നല്ല മാർക്കോട് കൂടി ജയിക്കുന്നത്? ഹലോ, മൈക്കില്ലേ? SLC എന്തിനാ ഏറ്റവും നല്ല മാർക്കോട് കൂടി ജയിക്കണം എന്ന് പറയുന്നത് എന്തിനാ? പ്ലസ് ടുന് പഠിക്കണം എന്നാണോ? അഡ്മിഷൻ കിട്ടണമെന്നാണോ? അല്ല, ഏറ്റവും നല്ല സ്കൂളില് നമ്മൾ വിചാരിച്ച സ്ഥലത്ത് അഡ്മിഷൻ കിട്ടണം. അതിനല്ലേ ഏറ്റവും നല്ല മാർക്ക് ഫുൾ A+. പ്ലസ് ടുല് ഫുൾ A+ കിട്ടിയാൽ അതിന്റെ ഉദ്ദേശം എന്തായിരിക്കും? നല്ലൊരു പ്രൊഫസർ ആവണം എന്നാണോ പ്ലസ് ടുല് കിട്ടിക്കഴിഞ്ഞാൽ ഉദ്ദേശം? ഗവൺമെന്റ് കോളേജിൽ കിട്ടണം, നമ്മൾ വിചാരിച്ച ഗവൺമെന്റ് കോളേജില് നല്ല രീതിയിൽ കിട്ടണം അല്ലെ? ഇതല്ല ഉദ്ദേശം. ഇനി ഡിഗ്രിന്റെ ഉദ്ദേശം എന്താ? ഡിഗ്രിന്റെ ഉദ്ദേശം എന്താ? തന്നെ PGക്ക് നല്ല കോളേജ് കിട്ടണം, എന്നിട്ട് സെറ്റ് ആവണം. PG എത്തുമ്പോൾ നമ്മൾ ചിന്തിക്കും നെറ്റ് ഇടണം, സെറ്റ് ഇടണം, എന്നിട്ട് ഡോക്ടറേറ്റ് എടുക്കണം, നല്ല കോളേജിൽ പ്രൊഫസറായിട്ട് കയറണം. ഇതിൽ എവിടെയാ അക്കൗണ്ട്, ബിസിനസിന്റെ അക്കൗണ്ട്സ് പഠിപ്പിക്കുന്നത്? 2 ഡിഫറെന്റാ. അതുകൊണ്ട് തന്നെ കുറ്റപ്പെടുത്തലല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് പഠിപ്പിക്കുന്ന ടീച്ചിങ് സിസ്റ്റത്തിൽ കുറവൊന്നല്ല, അതങ്ങനെയാ പഠിപ്പിച്ചു പോകുന്നത്. ടീച്ചിങ് സിസ്റ്റത്തിലുള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ ഫൈനാൻസിൽ തന്നെ ഡോക്ടറേറ്റ് എടുത്ത ഒരാൾക്ക് പോലും പെട്ടിക്കടന്റെ കണക്ക് പോലും ചെയ്യാൻ അറിയില്ല. കാരണം പഠിക്കുന്നില്ല, പഠിപ്പിക്കുന്നില്ല. ഈ സാധനം റിപ്പീറ്റ് ചെയ്യുക. മാർക്ക് കിട്ടലാണ് ഉദ്ദേശം. മാർക്ക് കിട്ടുക, മാർക്കിട്ട് ഈ മാർക്ക് കൊണ്ട് എന്ത് കിട്ടും എന്ന് പണ്ട് കലവമണി ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? അല്ല, മമ്മൂട്ടി ഇന്നലെ മിഞ്ഞാന്ന് ചോദിച്ചു, ഈ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിന്റെ ലൈക്കുകളെ കുറിച്ചിട്ടൊരു നല്ലൊരു കമന്റ് പറഞ്ഞിരുന്നു. കേട്ടിരുന്നോ? എന്താണ്? കേട്ടില്ല?
ലൈക്ക് കിട്ടിയിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിച്ചു പോകുന്ന പറഞ്ഞില്ലേ. ഈ ലൈക്കൊക്കെ നിന്ന് കഴിഞ്ഞാല് നമ്മളെങ്ങനെ ജീവിക്കാന്നുള്ള കാര്യത്തില് ഒരു സംശയം. കേട്ടില്ലാരോ? ഒന്നും കേൾക്കരുത്. അപ്പൊ റീലൊന്നും കാണാനില്ല? റീൽസ് ഒന്നും കാണില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ രണ്ടിന്റെ ഉദ്ദേശം ഡിഫറെന്റ് ആണ്. രണ്ടിന്റെയും ഉദ്ദേശം ഡിഫറെന്റ് ആണ്. അക്കാഡമിക്കലിന്റെ ഉദ്ദേശം, പ്രാക്ടിക്കലിന്റെ ഉദ്ദേശം എത്രയേ ഉള്ളൂ? പഠിക്കുക, ജോലി ചെയ്യാം, അല്ലെങ്കിൽ സ്വന്തം ബിസിനസ് ചെയ്യാം. വേറൊന്നുമില്ല. ലൈഫിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനമാണ് മറ്റേ സാധനം. അധ്വാനിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് സ്കില്ല് വേണ്ടേ? മറ്റത് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക ഇല്ലേ? എന്റെ സാർ എന്നോട് ചില എക്സാമ്പിൾ പറയാറുണ്ട്, ഈ ഇംഗ്ലീഷ് മീഡിയം അല്ലെ CBSE കുട്ടികളെ കുറിച്ചും ഗവൺമെന്റ് കോളേജിലെ കുട്ടികളെ കുറിച്ചിട്ടുള്ള രണ്ട് സിനാരിയോ പറയാറ്. ഒരു പശുവിനെ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ അകിട് നോക്കിയിട്ട് പറയും ആ പാല് ഇത്ര വിറ്റാമിൻ ഉണ്ടായാലും കൊളസ്ട്രോൾ ഇത്ര, മറ്റേ ഇത്ര എന്നൊക്കെ ആർക്ക് പറയാൻ പറ്റും? CBSEക്കാർക്ക് പറയാൻ പറ്റും. പക്ഷെ കറക്കാൻ അറിയില്ല. ഇതൊന്നും അറിയാത്ത ഗവൺമെന്റ് കോളേജിലെ കുട്ടി എന്ത് ചെയ്യും? അവൻ കറന്നെടുത്ത് കുടിച്ചു. അവനക്ക് കൊളസ്ട്രോൾ അറിയില്ല, പ്രോട്ടീൻ എത്ര ഉണ്ട് അറിയില്ല, വിറ്റാമിൻ എത്ര ഒന്നും അവൻ അറിയില്ല. രണ്ടിന് രണ്ട് ഡിഫറെന്റ് വ്യത്യാസം. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഇടയിലാവാന്നുള്ളതാണ്. പഠിക്കും വേണം, ഈ സാധനം കിട്ടും വേണം. രണ്ടിന്റെ ഇടയിലാവാം. ഫുൾ ഗവൺമെന്റ് ആവും ചെയ്യരുത്. അത് ചായ കഴിഞ്ഞാൽ ഫുള്ള് അങ്ങനെ ആവും. രണ്ടും കൂടി കുറച്ച് നോളജ് രണ്ടും കൂടി ഇട്ടുള്ള സാധനമാകാം. റെഡിയല്ലേ? അപ്പൊ 3 തരത്തിലുള്ള അക്കൗണ്ട്സ്, 3 നിയമം വൃത്തിയിൽ അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇനി അക്കൗണ്ട്സിന്റെ ഡെഫിനിഷനിലേക്ക് വരികയാണെങ്കിൽ, അക്കൗണ്ടിങ് ഇസ് എൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, പിന്നെന്തായിരുന്നു? Analyzing and interpreting. In a significant manner. In terms of money transaction. അങ്ങനെ പോയിട്ട് ഒരു ദേറോഫിൽ അങ്ങ് നിൽക്കും. ഇതുകൊണ്ട് എന്ത് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാല്, കഴിഞ്ഞ ദിവസം ദേവഗിരി ക്ലാസ് എടുത്തപ്പോ കുട്ടിക്ക് കൊടുത്തത് എന്ത് കിട്ടുന്ന വെച്ച് കഴിഞ്ഞാൽ 5 മാർക്കാണ് ഞാൻ ആ ഒരു പ്രോബ്ലം എഴുതി കഴിഞ്ഞാൽ കൊടുക്കുന്നത്. വാട്ട് ഈസ് ഡെഫിനിഷൻ? അതിന് 5 മാർക്ക് കൊടുത്തു. അത് കൃത്യമായിട്ട് എഴുതിയ ആളുകൾക്ക് 5 മാർക്ക് കിട്ടി. അക്കൗണ്ടിങ് ഇസ് എൻ ആർട്ട് ഓഫ് റെക്കോർഡിങ്. അവിടുന്ന് തുടങ്ങണേ. ബിസിനസ്സിനകത്ത് വരുന്ന, നിങ്ങളൊരു ബിസിനസ്സിൽ ഒരു അക്കൗണ്ടന്റ് ആണെങ്കിൽ, ആ അക്കൗണ്ടിങ് സ്ഥാപനത്തിലേക്ക് നിങ്ങൾ കയറി മുതൽ തുടങ്ങി അതിന്റെ മുതലാളിക്ക് റിപ്പോർട്ട് കൊടുക്കുന്നത് വരെയുള്ള ഒരു ഡെഫിനിഷനാണ് അക്കൗണ്ടിങ് ഇസ് എൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ് എന്ന് പറയുന്ന രീതി. ഇപ്പൊ ലോകത്തെ അക്കൗണ്ട്സിന് ഇത്രയും മനോഹരമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ള വേറെ ബോർഡുകൾ കുറവാണ്. അതുകൊണ്ട് AICPA ഡെഫിനിഷൻ ഇത്രയും ഒരു പവർ. ഇന്ത്യൻ ബോർഡ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, അത്ര ഒരു സുഖമില്ല. പാകിസ്ഥാന്റെ ബോർഡ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാനിലാണ് ഏറ്റവും കൂടുതൽ CA-ക്കാരുള്ളത്. ഇപ്പൊ UAE-ലൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടി പോകണമെങ്കിൽ നിങ്ങളെ ഹെഡുകളെ, ഫൈനാൻസ് ഹെഡുകളൊക്കെ മിക്കവാറും ഈ പച്ചകളായിരിക്കും. ഇവര് CA-ക്കാരായിരിക്കും നല്ലൊരു ശതമാനം. എക്സലിൽ ഇവര് പുലികളായിരിക്കും. എക്സൽ മൈക്രോസോഫ്റ്റ് എക്സൽ ഇല്ലേ? ഇപ്പൊ UAE-ലുള്ള ആരെങ്കിലും ഉണ്ടോ അതിനകത്ത്? UAE-ല് അക്കൗണ്ട്സിൽ ഏറ്റവും ഉപയോഗിക്കുന്ന ഒരു സാധനം എക്സലാ, മൈക്രോസോഫ്റ്റ് എക്സൽ. ഇതിന്റെ ഏത് പ്രോഗ്രാമും ചെയ്യും ഈ പച്ചകള്. കണ്ടിട്ടുണ്ടോ? ആർക്കെങ്കിലും അനുഭവം ഉണ്ടോ? സിമിലർ എക്സ്പീരിയൻസ്? ഇവരെന്തെന്നും അതിനകത്ത് ചെയ്തു വെച്ചേക്കുന്നത് പോലും കിട്ടത്തില്ല. കാരണം ആർക്കെങ്കിലും ആർക്കെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? കഴിഞ്ഞ ദിവസം ഒരു കൺസൾട്ടിങ്ങിന് കിട്ടിയ സമയത്ത് ഒരു ഫയൽ കിട്ടിയപ്പോ ഇതിന്റെ എക്സൽ ഞാൻ അത്ഭുതപ്പെട്ടു. ഒരു സ്ഥലത്താണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 100 പേജിലെങ്ങാനും ഈ സാധനം റിഫ്ലക്ട് ചെയ്യും. പ്രോഗ്രാമിങ്ങിന്റെ പവറേ. ഒരു സാധനം A+, ഇവിടെ ഒരു 1, 2 കൂട്ടി കഴിഞ്ഞാൽ 2 ഇവിടെ കിട്ടും. ഇതേ സമയത്ത് ഒരു 10ഓ 15ഓ പേജുകൾ ഇതിന്റെ റിസൾട്ട് റിഫ്ലക്ട് ചെയ്ത് വന്നിട്ടുണ്ടാവും. എത്ര ടൈം അവൻ അതിനകത്ത് സ്പെൻഡ് ചെയ്ത് എനിക്കറിയാം. ഞാൻ ആലോചിച്ചിട്ട് ഞാൻ ഒരു രസകരമായിട്ട് കുറെ സമയം ഇരുന്ന് എനിക്കൊരു പിടുത്തം കിട്ടിയില്ല. അവന്റെ കംപ്ലീറ്റ് പ്രോഗ്രാമിങ്. ശരിക്കും ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൽ വരെ അത്രയും പ്രോഗ്രാം ഇല്ല. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓട്ടോമാറ്റിക് വരുന്നു, ബാലൻസ് ഷീറ്റ് ഓട്ടോമാറ്റിക് വരുന്നു. അതായത് ഒരു സാധനം പിക്ക് ചെയ്ത് എവിടെ കൊട്ടും രീതിയിൽ ഇങ്ങനെ പോയേക്കാം. രസകരമായിട്ടുള്ള അതെനിക്ക് തോന്നുന്നു. അത്രയും വിദഗ്ധമായിട്ട് ചെയ്യുന്നത് പച്ചകളെ കണ്ടിട്ട് ഞാൻ വേറെ കണ്ടേ. അത്രയും. എന്നാൽ അവിടുത്തെ ഏറ്റവും വലിയ കലാസിപ്പണി വരെ എടുക്കുന്ന ഈ ചങ്ങന്മാരായിരിക്കും. ഏറ്റവും ടോപ്പിൽ ഇരിക്കുന്നവൻ ഇവനായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത്, ഇത്രയും സ്കില്ലുടെ അവിടുത്തെ ഡെഫിനിഷൻ ഒന്നും ഇത്ര ഒരു പവർ പോരാ. AICPA ഡെഫിനിഷൻ ആണ് ഏറ്റവും പവർ. അപ്പൊ AICPA ഡെഫിനിഷനിൽ പറയുന്ന അക്കൗണ്ടിങ് ഇസ് എൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്. നമ്മളൊരു ബിസിനസ് സ്ഥാപനത്തിൽ ഒരു അക്കൗണ്ടന്റ് ആണെന്ന് വിചാരിക്കും. ഓരോരുത്തരും നിങ്ങൾ ഓരോ സ്ഥാപനത്തിൽ അക്കൗണ്ടന്റ് ആണെന്ന് വിചാരിക്കുക. ആ സ്ഥാപനത്തിൽ അക്കൗണ്ടിങ് വർക്കുകൾ ചെയ്യുന്ന, റെക്കോർഡ് ചെയ്യുന്നത് മുതൽ തുടങ്ങിയിട്ട് അതിന്റെ റിപ്പോർട്ട് പ്രസന്റ് ചെയ്യുന്നത് വരെയുള്ള ഒരു ഡെഫിനിഷനാണ്. അതായത് ആദ്യത്തേത് അക്കൗണ്ട്സിന്റെ 5 ഫംഗ്ഷൻസ് ആയിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ഫംഗ്ഷൻ ആണ് റെക്കോർഡിംഗ്.
രണ്ടാമത്തതാണ് ക്ലാസിഫൈയിങ്, മൂന്നാമത്തതാണ് സമ്മറൈസിങ്, നാലാമത്തതാണ് അനലൈസിങ് ആൻഡ് ഇന്റർപ്രറ്റിംഗ്, അഞ്ചാമത്തതാണ് കമ്മ്യൂണിക്കേറ്റിംഗ്. ഇതാണ് അക്കൗണ്ട്സിന്റെ 5 ഫങ്ഷൻസ്. 5 ഫങ്ഷൻ. ഈ 5 ഫങ്ഷൻസും ചെയ്യുന്നവനെയാണ് നമ്മൾ അക്കൗണ്ടന്റ് എന്ന് വിളിക്കുക. ഈ 5 ഫങ്ഷൻസിലും എക്സ്പേർട്ട് ആയിരിക്കുന്നവനെയാണ് നമ്മൾ അക്കൗണ്ടന്റ് എന്ന് വിളിക്കുക. ഈ 5 ഫങ്ഷൻസിൽ ഏതെങ്കിലും ഒരു ഫങ്ഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ അവനെ വിളിക്കുന്ന പേരാണ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന്. റെക്കോർഡിംഗ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ മാത്രമാണ് ഒരാൾ ചെയ്യുന്നതെങ്കിൽ അവനെ നമ്മൾ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നാ വിളിക്കുക. അതായത് പർച്ചേസ് എൻറ്റർ ചെയ്യുക, സെയിൽ എൻറ്റർ ചെയ്യുക, ഇതെല്ലാവർക്കും പറ്റൂലേ? ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഇവനക്ക് എത്രയേ കിട്ടുള്ളൂ? മാക്സിമം പോലും ഒരു 7,000 രൂപ, 8,000 രൂപ, ഒന്നുകൂടി ഉഷാറാണെങ്കിൽ ഒരു 12,000 രൂപ വരെ കിട്ടും. എന്തുകൊണ്ടാണ്? അക്കൗണ്ടിങ്ങിൽ സാലറി ഇല്ല എന്ന് പറയും. ഇവന്റെ പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പർച്ചേസ് അടിക്കുക, സെയിൽ അടിക്കുക. ഇതിന് അത്യാവശ്യം ഇംഗ്ലീഷ് അറിയുന്ന ആർക്കും ചെയ്യാൻ പറ്റില്ലേ ഷാനുഭായ്? ഇംഗ്ലീഷ് അറിയുന്ന ആർക്കും പർച്ചേസ് ചെയ്യാൻ പറ്റില്ലേ, സെയിൽ ചെയ്യാൻ പറ്റില്ല? ഇതിന് വലിയ PG-യും വലിയ ഡിഗ്രിയും ഡോക്ടറേറ്റ് ഒക്കെ എടുത്ത് പോകേണ്ട ആവശ്യമില്ല. ഒരു സ്ഥലത്ത് ആവശ്യമില്ല. അതുകൊണ്ട് ഇവനക്ക് അത്രേ കിട്ടുള്ളൂ. 8 റുപ്യ, 9 റുപ്യ, 10 റുപ്യ. അക്കൗണ്ട്സ്, അതിനർത്ഥം അക്കൗണ്ട്സിൽ സാലറി ഇല്ല എന്നുള്ളതല്ല, ഇവനക്ക് ഇത്രേ കിട്ടുള്ളൂ. അതിനപ്പുറം കൊടുക്കാൻ പയ്യല്ല. ഇനിയിപ്പോ നിങ്ങൾ എന്റെ സ്ഥാപനത്തിൽ വന്ന് ഈ പണി എടുക്കണം, ഞാൻ അത്രേ തരുള്ളൂ. എന്തിനാ വെറുതെ തരുന്നത്? ഇത് SLC-ക്കാരനും പറ്റൂലേ? ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യാൻ മാത്രം പഠിച്ചാൽ പോരെ? അപ്പം ഇതിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ്സ് എ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ. സോ റെക്കോർഡ് ചെയ്യണം, ക്ലാസിഫൈ ചെയ്യണം, സമ്മറൈസ് ചെയ്യണം, അനലൈസ് ചെയ്യണം, ഇന്റർപ്രറ്റ് ചെയ്യണം. ഇന്നൊരു സുഖമുണ്ട്, റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയറുകൾ ഇതിന്റെ റിപ്പോർട്ടുകൾ എല്ലാം തരും. പക്ഷേ അനലൈസിങ്, ഇന്റർപ്രിട്ടേഷൻ ഒക്കെ കഴിഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നിടത്ത് നമ്മുടെ സ്കില്ല് നമ്മൾ ഉപയോഗിക്കണം. മുതലാളിയോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അതിന്റെ റേഷ്യോസ് വെച്ചിട്ട് നമുക്ക് അടുത്ത ഒരു 5 വർഷത്തെ ബിസിനസ് എങ്ങനെയാണെന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. ക്ലിയർ ആയില്ലേ? ഇന്നത്തെ ഒരു 5 കൊല്ലത്തെ ബാലൻസ് ഷീറ്റ് നോക്കിയിട്ട് ഈ ബാലൻസ് ഷീറ്റിൽ എന്താ പറഞ്ഞു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റണം. ബാലൻസ് ഷീറ്റ് റീഡിങ് ഒരു സ്കില്ലാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റീഡിങ് ഒരു സ്കില്ലാണ്. ഈ സ്കില്ല് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ചിലപ്പോൾ എല്ലാ സോഫ്റ്റ്വെയർക്കും കഴിഞ്ഞോളന്നില്ല. ഇതിനെ വെച്ചിട്ട് ബഡ്ജറ്റ് ഉണ്ടാക്കണം, ഇതിനെ വെച്ചിട്ട് സിനാരിയോ അനാലിസിസ് ഉണ്ടാക്കണം. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം റെക്കോർഡിംഗ് മീൻസ് ബിസിനസ്സിനകത്ത് നിങ്ങൾ എല്ലാവരും സൂപ്പർ മാർക്കറ്റിൽ അക്കൗണ്ടന്റ് ആണെന്ന് വിചാരിച്ചോളൂ. അവിടെ വരുന്ന എല്ലാ കാര്യങ്ങളും, ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷൻ നിങ്ങൾ റെക്കോർഡ് ചെയ്യണം. രണ്ടാമത്, ഈ റെക്കോർഡ് ചെയ്ത സാധനത്തിന് ഇപ്പൊ മുതലാളി ഇങ്ങോട്ട് പറയാണ് എനിക്ക് ഇന്നത്തെ എത്ര പർച്ചേസ് ഉണ്ട് എന്ന് കിട്ടണം. അപ്പൊ നമ്മൾ എല്ലാ ബിസിനസ്സിനകത്ത് എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്തു. ഈ റെക്കോർഡ് ചെയ്ത കാര്യത്തിൽ നിന്ന് ഇന്നത്തെ പർച്ചേസ് മാത്രം എടുക്കണമെങ്കിൽ ഇതിനൊക്കെ എഴുതി സോർട്ട് ചെയ്തെടുക്കണം. പർച്ചേസിനെ ഇന്നത്ര സെയിൽ എന്ന് നോക്കുമ്പോൾ സെയിൽസിനെ മാത്രം സോർട്ട് ചെയ്തെടുക്കണം. ഇന്ന് എത്ര എക്സ്പെൻസിന് മാത്രം സോർട്ട് ചെയ്തെടുക്കണം. ഇൻകം എന്ന് പറയുമ്പോൾ ഇൻകത്തിന് മാത്രം സോർട്ട് ചെയ്തെടുക്കണം. ഈ സോർട്ട് ചെയ്തെടുക്കുന്നതിനെയാണ് നമ്മൾ വിളിക്കാം ക്ലാസിഫൈയിങ് എന്ന് വിളിക്കാം. അറിയോ? ക്ലാസിഫൈയിങ് എന്ന് വിളിക്കാം. അപ്പൊ ആദ്യത്തെ ഫംഗ്ഷൻ റെക്കോർഡിംഗ്, രണ്ടാമത്തത് ക്ലാസിഫൈയിങ്. അപ്പൊ എങ്ങനെയാണ് സ്ക്രീൻ നോക്കാൻ? സ്ക്രീൻ കാണുന്നില്ലേ? ക്ലിയർ ആണ്? ഹലോ 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 ഇല്ലല്ലേ? കാണുന്നില്ല? സ്ക്രീൻ കാണുന്നില്ലേ? ഹലോ, ഓക്കെ. ഇതൊരു സൂപ്പർ മാർക്കറ്റ് ആണെന്ന് വെച്ചോളെ, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സ്പീഡായിട്ട് പറഞ്ഞു പോവാം. സൂപ്പർ മാർക്കറ്റ് ആണ്. സൂപ്പർ മാർക്കറ്റിലെ പർച്ചേസ് ഉണ്ട്, ഒരുപാട് പർച്ചേസുകൾ ഉണ്ട്. അതേപോലെ തന്നെ ഒരുപാട് സെയിൽസ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെ നമ്മൾ മൊത്തത്തിലെല്ലാം എഴുതി വെച്ച്, അതേപോലെ തന്നെ ഇൻകംസ്, വേറെ ഒരുപാട് സാധനം ഇൻകംസ് അവിടെ ഇവിടെ ഒക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇതിനകത്ത് എക്സ്പെൻസ് മാത്രം എടുക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യാം? എക്സ്പെൻസ് മാത്രം എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ നീലയാണ് എക്സ്പെൻസ്. എന്ത് ചെയ്യും? നമ്മുടെ നാട്ടിലുള്ള ഒരു 90% അക്കൗണ്ട്സുകളുടെയും പണി ഈ റെക്കോർഡിംഗ് എന്നുള്ള പണിയാണ്. ഇങ്ങനെ അങ്ങോട്ട് റെക്കോർഡ് ചെയ്യും, കിട്ടുന്നിടത്തൊക്കെ എഴുതിയിട്ട് അങ്ങോട്ട് റെക്കോർഡ് ചെയ്യും. എന്നിട്ട് ഇവനോട് സെയിൽ എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടൂല, എക്സ്പെൻസ് എത്രയെന്ന് വെച്ചാൽ കിട്ടൂല, അവിടെ എത്രയാടാ ലാഭം എന്ന് വെച്ചാൽ കിട്ടൂല, എത്ര കൊടുക്കാനുണ്ട് എന്ന് വെച്ചാൽ കിട്ടൂല, അവിടെ എത്ര കിട്ടാനുണ്ടെന്ന് വെച്ചാൽ കിട്ടൂല, ബാങ്കിലെ ബാലൻസും സിസ്റ്റത്തിലെ ബാലൻസും റെഡിയാണെന്ന് വെച്ചാൽ കിട്ടൂല. എന്തുകൊണ്ടാ? ഇവൻക്ക് അങ്ങോട്ട് റെക്കോർഡ് ചെയ്യും. എന്ത് കിട്ടിയാലും റെക്കോർഡ് ചെയ്യും. ശരിയാ, ഇവൻ അങ്ങോട്ട് റെക്കോർഡ് ചെയ്യണം. അപ്പൊ നമുക്ക് വേണ്ടത് എത്രയാണ് സെയിൽ എന്ന് കിട്ടണം. ഉദാഹരണം, ഇതാണ് സെയിലെങ്കിൽ ഇതിനെ മാത്രം സെപ്പറേറ്റ് കിട്ടണം, ഇതിനെ മാത്രം സെപ്പറേറ്റ് കിട്ടണം, ഇതിനെ മാത്രം സെപ്പറേറ്റ് കിട്ടണം. ഇതിനെയാണ് നമ്മൾ ക്ലാസിഫൈയിങ് എന്ന് വിളിക്കാം, തരംതിരിക്കാം. അപ്പം റെക്കോർഡിംഗ് ആണ് ഫസ്റ്റത്തെ ഫംഗ്ഷൻ. ആദ്യത്തത് റെക്കോർഡിംഗ് ആണ്, റെക്കോർഡിംഗ്. രണ്ടാമത്തത് ക്ലാസിഫൈയിങ്.
നമുക്ക് എങ്ങനെയാണോ ആവശ്യമുള്ളത് ആ സാധനത്തിന് അതുപോലെ കിട്ടണം. ഓക്കെ, സ്പെല്ലിംഗ് ഒക്കെ നോക്കണ്ടേ. ഇനി മൂന്നാമത്തത് ക്ലാസിഫൈങ് കഴിഞ്ഞു. മൂന്നാമത്തത്, ഇനി ഇങ്ങനെയൊക്കെ കിട്ടിയതുകൊണ്ട് വലിയ കാര്യമുണ്ടോ? കിട്ടിയതുകൊണ്ടും കാര്യമില്ല. എല്ലാം അവിടെയും ഇവിടെയും സെയിൽ ഇത്ര, പർച്ചേസ് ഇത്ര, എക്സ്പെൻസ് ഇത്രയൊന്നും അറിയില്ല. ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം 100 കണക്കിന് ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. ഇതൊക്കെ ഓരോ പേജിൽ സെയിൽ ഇത്ര, പർച്ചേസ് ഇത്ര, എക്സ്പെൻസ് ഇത്ര എന്നുള്ളത് കാര്യമില്ല. ഇത് നമുക്ക് ഒറ്റ പേജിനകത്ത് കിട്ടണം. അതിനെയാണ് നമ്മൾ സമ്മറൈസിങ് എന്ന് പറയുന്നത്. സമ്മ ചെയ്ത് കിട്ടണം, സമ്മറൈസ് ചെയ്ത് കിട്ടണം. റെക്കോർഡ് ചെയ്യണം, പിന്നീട് അതിനെ ക്ലാസിഫൈ ചെയ്യണം, എന്നിട്ട് ഇതിന്റെ എല്ലാം ടോട്ടൽ എനിക്ക് കിട്ടും ഒറ്റ പേജിൽ. ഇതെല്ലാം കൂടിയിട്ട് ഇത്ര രൂപ, അല്ലെങ്കിൽ ഇൻകം ഇത്ര, എക്സ്പെൻസ് ഇത്ര, സാലറി ഇത്ര, പേയ്മെന്റ് ഇത്ര, ബാങ്ക് ബാലൻസ് ഇത്ര, ഇങ്ങനെ വേറെ വേറെ കിട്ടും. ഇതിനെയാണ് നമ്മൾ സമ്മറൈസിങ് എന്ന് പറയുന്നത്. ആദ്യം ഇത് തരംതിരിക്കലാണ്, തരംതിരിച്ച് ഇതിനെ സമ്മറൈസ് ചെയ്തു. എന്ത് ചെയ്യണം? ഈ കിട്ടിയ ഒറ്റ പേജ് ഡാറ്റ വെച്ചിട്ട് നമ്മൾ ഇതിനെ അനലൈസ് ചെയ്യണം. ബിസിനസ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, അതിനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അനലൈസിങ് ആൻഡ് ഇന്റർപ്രറ്റിംഗ്. ഈ രീതിയിലായിരിക്കുള്ള സാധനത്തിനെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അനലൈസ് ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടിയുടെ ഒരുപാട് ഡാറ്റ വെച്ച് നമുക്ക് സാധനം കിട്ടി. എന്നിട്ട് ഈ കിട്ടിയ ഒറ്റ പേജിലാക്കിയ ഡാറ്റ ഉണ്ടല്ലോ, ഇതിനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അനലൈസ് ചെയ്യണം. അനലൈസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നമ്മളൊരു എന്താ പറയാ, ഒരു ഇന്റർപ്രിട്ടേഷനിൽ എത്തും. ശരി, ബിസിനസ് നഷ്ടത്തിലാണ്, അല്ലെങ്കിൽ ബിസിനസ് പ്രോഫിറ്റിലാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസ് അടിപൊളിയാവും, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ലോസ് ആവും, ഇന്ന പ്രൊഡക്റ്റിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ ഒന്നുകൂടി പ്രോഫിറ്റ് കിട്ടും, ഇന്ന പ്രൊഡക്റ്റ് ഇനി ചെയ്യരുത്. ഇതൊക്കെ പറയുന്നത് അനലൈസിങ് ഇന്റർപ്രറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയയിലാണ്. അനലൈസിങ് ഇന്റർപ്രറ്റിംഗ് എന്ന് പറഞ്ഞില്ല. നമുക്ക് ഇതിൽ നിന്നാണ് മനസ്സിലായി, ഈ അനലൈസിങ് ഇന്റർപ്രിട്ടേഷനിലാണ് ഈ കോസ്റ്റ് അക്കൗണ്ട്സിന്റെ കോസ്റ്റ് മാനേജ് ചെയ്യുന്ന എല്ലാ കളികളും നടക്കുന്നത്. അനലൈസിങ് ഇന്റർപ്രിട്ടേഷൻ നമ്മൾ അനലൈസ് ചെയ്യുന്നു. അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലായി, ഓക്കെ 24 മണിക്കൂർ ലൈറ്റ് ഇട്ടതുകൊണ്ടാണ് ഇത്രയും കറണ്ട് ബില്ല് വരുന്നത്, അല്ലെങ്കിൽ ഇത്രയും സാധനങ്ങൾ കുറക്കാം. ഇതൊക്കെ വരുന്ന സാധനം അനലൈസിങ് ഇന്റർപ്രിറ്റിംഗ് ഏരിയയിലാണ്. അങ്ങനെ അനലൈസ് ചെയ്തു ഇന്റർപ്രിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു റിസൾട്ട് കിട്ടും. ഈ റിസൾട്ട് നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ടും ആരോടൊക്കെയാണോ ഇത് കടപ്പാടുള്ളത് അവനെ കൊണ്ട് പറയണം. അതായത് നമ്മൾക്ക് ബിസിനസ്സിലേക്ക് പൈസ ഇറക്കി തന്നവനുണ്ടാവില്ലേ, അവനോട് നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് പറയണം, ബോസേ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ ഈ രീതിയിലേക്ക് അയക്കണ്, അല്ലെങ്കിൽ ഇത് പോയിക്കണ്, ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ ബിസിനസ് പൊട്ടിപ്പൊളിഞ്ഞ് തൂഫാനാവും. അതുകൊണ്ട് ഒന്നെങ്കിൽ ഇപ്പം തന്നെ പൂട്ടിയിട്ട് നമുക്ക് രക്ഷപ്പെടാം, അല്ലെങ്കിൽ ഇന്ന ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? നമുക്ക് അടിപൊളിയായിട്ട് മുമ്പോട്ടേക്ക് പോകാം. ഇവിടെ എല്ലാം പറയുന്നത് കമ്മ്യൂണിക്കേറ്റിംഗ് എന്ന് പറഞ്ഞ ടൂൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ അക്കൗണ്ട്സിൽ ഇതിന് എല്ലാത്തിനും ഓരോ ടൂളുകൾ ഉണ്ട്. അക്കൗണ്ട്സിൽ ഇതിൽ ഓരോന്നിനും ഓരോ ടൂൾ ഉണ്ട്. റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അക്കൗണ്ട്സിൽ ഉപയോഗിക്കുന്ന ടൂളാണ് ജേണൽ. ജേണൽ എങ്ങനെയാണ് ചെയ്യാം എന്ന് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ റെക്കോർഡിംഗ് പെർഫെക്റ്റ് ആവും. രണ്ടാമത്തത് ക്ലാസിഫൈയിങ് ആണ്. ക്ലാസിഫൈ കൃത്യമായി ക്ലാസിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടൂളാണ് ലെഡ്ജർ. ലെഡ്ജർ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാന്ന് പഠിച്ചു കഴിഞ്ഞാൽ ക്ലാസിഫൈയിങ് അടിപൊളിയായിട്ട് ചെയ്യാം. മൂന്നാമത്തത് സമ്മറൈസിങ് ആണ്. സമ്മറൈസ് ചെയ്യാൻ വേണ്ടി അക്കൗണ്ട്സിൽ ഉപയോഗിക്കുന്ന ടൂളാണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. ട്രയൽ ബാലൻസ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്താൽ നമുക്ക് മനസ്സിലാവും ബിസിനസ്സിലെ ഡാറ്റ ഇത്രയും പെർഫെക്റ്റ് ആണ്, ഇത്ര ഓക്കെയാണ്, അരിത്തമാറ്റിക്കൽ ആക്യുറസി ഒക്കെ കറക്റ്റ് ആണെന്ന് മനസ്സിലാണെങ്കിൽ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യണം. ഈ ട്രയൽ ബാലൻസ് അക്കൗണ്ട്സിൽ പ്രിപ്പയർ എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല, പക്ഷെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് ക്ലാരിറ്റി നന്നായിട്ട് കിട്ടും. മൂന്നാമത്തത് അനലൈസ് ചെയ്യണം. അനലൈസിങ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് ഒന്നിച്ച് പറയാം. അനലൈസിങ് ഇന്റർപ്രറ്റിംഗ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിലെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് തീരുമാനം. അവിടെയാണ് നമ്മൾ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ട്രേഡിംഗ് ആൻഡ് P&L, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ടൂൾ ഉപയോഗിക്കുന്നത്. നഷ്ടമാണോ ലാഭമാണോ എന്ന് കണ്ടെത്തി കൃത്യമായിട്ട് ഉപയോഗിക്കുന്നത്. അവസാനത്തെ ടൂളാണ് കമ്മ്യൂണിക്കേറ്റിംഗ്. കമ്മ്യൂണിക്കേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വിവരം കമ്മ്യൂണിക്കേറ്റ്, അതിന് ഉപയോഗിക്കുന്ന ടൂളാണ് ബാലൻസ് ഷീറ്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, ബാലൻസ് ഷീറ്റ്, പിന്നെ റേഷ്യോ അനാലിസിസ്, ബഡ്ജറ്റിംഗ്, ഈ പറഞ്ഞ ഏരിയകളൊക്കെ ഇതിനകത്ത് വരുന്ന ഈ പറഞ്ഞ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ഇതിനൊക്കെ കൃത്യമായിട്ടും മനസ്സിലാക്കി കഴിഞ്ഞാൽ അക്കൗണ്ട്സിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് മാറാൻ വേണ്ടി പറ്റും. അറിയാം. അപ്പൊ അക്കൗണ്ട്സിന്റെ ഡെഫിനിഷൻ, അക്കൗണ്ടിങ് ഇസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ്, സമ്മറൈസിങ്, അനലൈസിങ്. ഇതന്നെ ഡെഫിനിഷനിൽ പറയുന്നത്. പക്ഷെ ഇതൊരു കലയാണ്. എങ്ങനെയെങ്കിലും കാട്ടി കൂട്ടി കഴിഞ്ഞാൽ കിട്ടൂല. കിട്ടും, പക്ഷെ അവനിക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അല്ലെ? പല അക്കൗണ്ട്സിലും പല സ്ഥാപനത്തിലെ അക്കൗണ്ട്സിലും പോയി കഴിഞ്ഞു കഴിഞ്ഞാല് അക്കൗണ്ടന്റിനോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കിട്ടും? അവനോട് തന്നെ ചോദിക്കണം. സാലറി എത്ര കൊടുക്കാണെന്ന് ചോദിക്കുമ്പോൾ ഇവൻ ഇതിങ്ങനെ പൊന്തിച്ച് ഇതിന്റെ അടിയിൽ നിന്ന് എടുത്തു തരും.
കറണ്ട് ബിൽ എത്ര അടക്കാണ്ട് നോക്കുമ്പോൾ അവനെ കുത്തിയ കടലാസിന് എടുത്തിട്ട് ഇങ്ങനെ എടുത്തു വരും. ഇത് ഇവനെങ്ങാനും ബടിയായി പോയി കഴിഞ്ഞാൽ സ്ഥാപനം പൊട്ടിപ്പോണോ? ഹലോ, അങ്ങനല്ലേ? നിങ്ങളിവിടെ അല്ലേ? ഇവനെങ്ങാനും ബടിയായി പോയി കഴിഞ്ഞാല് സ്ഥാപനം പൂട്ടിപ്പോണ്ടേ? കാരണം ഇവനക്ക് മാത്രമേ അറിയുള്ളൂ ഇത് എവിടെ ഒളിപ്പിച്ച് വെച്ചേക്കുന്നത് എന്നുള്ളത്. സാലറിന്റെ ഷീറ്റ് വയ്ക്കുമ്പോൾ ഇവൻ ഓന്റെ മേശപ്പുറത്ത് എടുത്ത് വെക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പേപ്പറിന്റെ ഉള്ളിൽ എടുത്ത്. ഇങ്ങനെ ഞാൻ കൺസൾട്ടിങ് മേഖലയിലേക്ക് പോകുന്നതുകൊണ്ടാണ് പറയുന്നത്. ഇത് ആ സ്ഥാപനത്തിനോട് നിങ്ങൾ പൈസ വാങ്ങുന്നുണ്ടെങ്കിൽ എന്നല്ല, ഒരു സ്ഥാപനത്തിൽ അക്കൗണ്ടന്റ് ആയിട്ട് നിങ്ങൾ ക്യാഷ് വാങ്ങുന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ നന്ദിയില്ലായ്മയാണത്. അതായത് ആ പൈസ കൊണ്ട് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ശരിക്കും പക്ക ഹറാം. നിങ്ങളൊരു അക്കൗണ്ടന്റ് ആക്കി ഏൽപ്പിച്ചു വെച്ചിട്ട് നിങ്ങളെങ്ങാനും ഏതെങ്കിലും സമയത്ത് ഇല്ലാണ്ടാവുമ്പോ, ഞാനൊക്കെ ആണെങ്കിൽ നല്ലോണം പിരാവും, മരിച്ചു പോയാലും പിരാവും. എന്ത് കഷ്ടപ്പാട് ഇത്രയും 20,000 രൂപ 30,000 രൂപക്ക് സാലറി കൊടുത്തിട്ട് ഇവന് ഒരു അക്കൗണ്ട്സിൽ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ അറിയില്ലെങ്കിൽ ആ പണിക്ക് നിൽക്കരുത്, പഠിച്ചിട്ട് ചെയ്യാം. അതല്ലേ ഇനി ശരി അല്ലേ സൈതലിക്ക? അങ്ങനെയല്ലേ? അക്കൗണ്ട്സിന്റെ കാര്യം അങ്ങനെയല്ലേ? കാരണം ഒരു അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ബിസിനസിന്റെ ഏറ്റവും വലിയ രഹസ്യം എന്ന് പറഞ്ഞാൽ പൈസ കൈകാര്യം ചെയ്യുന്ന, ഇത് മുതലാളി അറിയുന്നതിന്റെ മുമ്പേ അറിയുന്ന ഒരാളാണ് അക്കൗണ്ടന്റ്. ബിസിനസ് പൊട്ടുന്ന മുതലാളി അറിയുന്നതിന് മുമ്പേ ഒരു സ്ഥാപനത്തിൽ ആരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അത് അക്കൗണ്ടന്റ് ആയിരിക്കും. ശരിയല്ലേ? സിഇഒ അറിയുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ ബിസിനസിന്റെ പൈസ പിടുത്തം വിടാണ് എന്നുള്ളത് മുതലാളി അറിയുന്ന. അതുകൊണ്ട് മുതലാളിക്ക് എപ്പോഴും അക്കൗണ്ടന്റിനോട് ഒരു സിമ്പതി ഉണ്ടാവും. ഇവൻ ഇടക്ക് വിളിച്ചു വെക്കും. അപ്പൊ ഹൈറാക്കി ഒക്കെ തെറ്റിക്കും മുതലാളി. ഹൈറാക്കി എന്ന സംഭവല്ലേ? ഇങ്ങനെ സിഇഒ ആർക്ക് റിപ്പോർട്ട് ചെയ്യണം? ഫൈനാൻഷ്യൽ മാനേജർ സിഇഒക്ക് റിപ്പോർട്ട് ചെയ്യണം, മാർക്കറ്റിംഗ് മാനേജർ സിഇഒക്ക് റിപ്പോർട്ട് ചെയ്യണം. പക്ഷെ പിന്നെ സിഇഒ ആണ് മുതലാളിക്ക് റിപ്പോർട്ട്. ഇതൊന്നും ഹൈറാക്കി. പക്ഷെ ഇതൊക്കെ തെറ്റിക്കും. കാരണം വെച്ചാൽ അത്രയും ബേജാറാണ് ഈ ഒരു മേഖല പൈസ കൈകാര്യം ചെയ്യുന്നതിൽ. അപ്പൊ ശ്രദ്ധിക്കാം, ഒരു ബിസിനസിന്റെ ഓണർ നിങ്ങൾ ഈ സംഭവം ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ഉത്തരവാദിത്തം ഈ ഉത്തരവാദിത്തത്തിൽ കുറെ പാളിച്ചകൾ ഉള്ളതുകൊണ്ടാണ് നമ്മളെ പോലത്തെ ആളുകൾക്ക് ഇവിടെ ആയുസുള്ളത്. ശരിയാണ്. പക്ഷെ നമ്മൾ നീതി പുലർത്തണം. വീണ്ടും പറയാണ്, ഏതെങ്കിലും സ്ഥാപനത്തിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ അക്കൗണ്ട്സ് പക്കയായിരിക്കണം, പെർഫെക്റ്റ് ആയിരിക്കണം. ക്ലിയർ ആയില്ല? അപ്പൊ അതിന് വേണ്ടത് അക്കൗണ്ട്സിലെ ഈ 5 ഫങ്ഷൻസുകളും കൃത്യമായിട്ട് മാനേജ് ചെയ്യാനും പഠിക്കുക എന്നുള്ള. ഏതൊക്കെയാ? റെക്കോർഡിങ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ്, അനലൈസിങ്, ഇന്റർപ്രറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ്. അതിനകത്ത് ഏതൊക്കെയാ? ജേർണല്, ലെഡ്ജർ, ട്രയൽ ബാലൻസ്, ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ക്ലിയർ ആയില്ലേ? ഈ 5 കാര്യങ്ങളിലും നമ്മളൊരു എക്സ്പേർട്ട് ആണെങ്കിൽ, ഇതിനകത്ത് കുറെ കാര്യങ്ങൾ. ബാലൻസ് ഷീറ്റ് റീഡ് ചെയ്യാൻ പഠിക്കണം. ബാലൻസ് ഷീറ്റ് ആണ് പ്രിപ്പയർ ചെയ്താൽ പോരാ. ലാബിലിറ്റി അസറ്റ് അങ്ങ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ബിസിനസിന്റെ ഇപ്പോഴത്തെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ്, ഫൈനാൻഷ്യൽ പൊസിഷൻ എന്താന്നുള്ളതാണ് ശരിക്കും ബാലൻസ് ഷീറ്റ് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഏതെങ്കിലും ബാലൻസ് ഷീറ്റ് ഉണ്ട് ഇപ്പോഴത്തെ പൊസിഷൻ ആണെന്നുള്ള പറയാൻ പറ്റണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കഴിഞ്ഞാൽ പറയാൻ പറ്റണം, ഇന്ന സംഭവത്തിൽ ഇത്ര എക്സ്പെൻസ് ഇടേണ്ട, ഇത്രയും പ്രോഫിറ്റ്. അല്ലെ? ചില സ്ഥാപനം ഭയങ്കര പ്രോഫിറ്റ് ആയിരിക്കും. 5 രൂപേന്റെ സാധനം വിറ്റ് 100 രൂപക്കൊക്കെ വിൽക്കും. 95 രൂപ ഗ്രോസ് പ്രോഫിറ്റ്. അവസാനം നോക്കുന്ന സമയത്ത് ₹1 ലാഭം ഉണ്ടാവില്ല. മുതലാളിക്ക് പ്രശ്നം. ലാസ്റ്റ് എന്താ കിട്ടുക? അപ്പൊ എന്തുണ്ടാവും? ഇൻഡയറക്ട് എക്സ്പെൻസുകൾ കയറി വന്നിട്ടുണ്ടാവും, അതർ എക്സ്പെൻസ് കയറി പോകുന്നുണ്ടാവും. ഈ CMA പഠിക്കുന്ന ആൾക്ക് മനസ്സിലാവും. വേരിയബിൾ എക്സ്പെൻസും ഫിക്സഡ് എക്സ്പെൻസും എന്നൊക്കെ പറയാണ്. വേരിയബിൾ നമുക്ക് ചേഞ്ച് ചെയ്യാം, ഫിക്സഡിൽ ചേഞ്ച് ചെയ്യാൻ പറ്റൂല എന്നൊക്കെ പറയാം. കുറെ കാര്യങ്ങളുണ്ട്. CMA ആരെങ്കിലും ഉണ്ടോ ഇതിനെപ്പറ്റി? CA ആരെങ്കിലും ഉണ്ടോ? വേരിയബിൾ കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ്, ഈ സാധനങ്ങളൊക്കെ ട്രീറ്റ് ചെയ്യണ പഠിച്ചുകൊണ്ടിരിക്കാനുള്ള CMA ആണോ? പഠിച്ചുകൊണ്ടിരിക്കുക. ഫിക്സഡ് വേരിയബിൾ ഓവർഹെഡ്. ഓവർ ഹെഡ്സുകൾ. അപ്പൊ ഇതെന്ത് ചെയ്യണം? കൃത്യമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം, ചെയ്തിരിക്കണം. അപ്പൊ ഇതിനൊക്കെ ഡീറ്റെയിൽസ് സെഷൻ കഴിഞ്ഞ സെഷനിൽ നടക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ജേർണൽ ചെയ്യാം? ജേർണൽ ചെയ്യാൻ നമ്മൾ നേരത്തെ പഠിച്ച റൂൾസ് ആണ് അപ്ലിക്കബിൾ ആവുക. നോർമൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്. അത് കൃത്യമായിട്ട് പഠിക്കണം. അതെങ്ങനെ ചെയ്യണം? അതിനൊക്കെ ഒരു പ്രോബ്ലം തന്നിട്ട് ആ പ്രോബ്ലം സ്കിപ്പ് ചെയ്ത് പോവരുത്. ദയവ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്ത് പോകരുത്. നിങ്ങളെ തന്നെ പറ്റിയൊക്കെയായിരിക്കും. നിങ്ങളെ തന്നെ പറ്റിയൊക്കെയായിരിക്കും. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യരുത്. രണ്ടാമത്തത്, എങ്ങനെയാണ് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ജേർണലിൽ നിന്ന് എടുത്തിട്ട് ലെഡ്ജറിലേക്ക് ചെയ്യാം. ഈ ലെഡ്ജറിലേക്ക് എടുത്ത് ചെയ്യുന്നതിനാണ് നമ്മൾ പോസ്റ്റിംഗ് എന്ന് പറയാം. ഫ്രം ജേർണൽ ടു ലെഡ്ജർ, അതിനാണ് നമ്മൾ പോസ്റ്റിംഗ് എന്ന് പറയും. പോസ്റ്റിംഗ് കൃത്യമായിട്ടും പഠിക്കാം. അത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ പോസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യാൻ പഠിക്കണം. ബാലൻസിങ്.
ബാലൻസ് ക്യാരി ഡൗൺ, ബാലൻസ് ബ്രോഡ് ഓൺ. ഈ ബ്രോഡ് ഓൺ ബാലൻസിനെ എടുത്തിട്ട് എവിടെ പോകണം? നേരെ ട്രയൽ ബാലൻസ് കൊണ്ടുപോകണം. ഈ ബ്രോഡ് ഓൺ ബാലൻസും ട്രയൽ ബാലൻസ് എടുക്കുമ്പോൾ രണ്ട് ഭാഗങ്ങളും ഈക്വലി ആയിട്ട് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അക്കൗണ്ട്സിന്റെ പ്രോബ്ലം ഏറെക്കുറെ റെഡിയാണ് എന്നുള്ളതാണ്. അക്കൗണ്ടിങ്ങിന്റെ പ്രോബ്ലം ഏറെക്കുറെ റെഡി. അതിന് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ പഠിക്കണം. ഈ ട്രയൽ ബാലൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിലുള്ള ബാലൻസുകളൊക്കെ വെച്ചിട്ട് നമ്മൾ എവിടെ കൊണ്ടുപോകണം? ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ബിസിനസിന്റെ യഥാർത്ഥ ലാഭമല്ല, ഒരു ഫേക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഒരു ഫേക്ക് ലോസ് ആണ് നമുക്ക് എവിടെ നിന്ന് കിട്ടുക? ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന് കിട്ടുക. ഫേക്ക് പ്രോഫിറ്റ്, അതായത് നമ്മളെ പറ്റിക്കുന്ന പ്രോഫിറ്റ്. യഥാർത്ഥ പ്രോഫിറ്റില്ല, ബുക്കിലുണ്ട്, കയ്യിൽ കായില്ല എന്ന് പറയല്ലേ, ആ പ്രോഫിറ്റ് ആണ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയാം. ഈ ഗ്രോസ് പ്രോഫിറ്റ് എടുത്ത് നമ്മൾ ബിസിനസിന്റെ ഗ്രോസ് പ്രോഫിറ്റ് എടുത്തിട്ട് എത്രയും പ്രോഫിറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ചെലവ് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസ് ഒരു സംശയമില്ല പൊട്ടിപ്പോകും. അപ്പൊ ഗ്രോസ് പ്രോഫിറ്റ് ഇസ് എ ഫേക്ക് പ്രോഫിറ്റ്. ഇനി ഈ ഗ്രോസ് പ്രോഫിറ്റ് ഉപയോഗിച്ച് നമുക്ക് എന്ത് വേണം? റിയൽ പ്രോഫിറ്റ് കാണണം, അതായത് നെറ്റ് പ്രോഫിറ്റ് കാണണം. ഈ നെറ്റ് പ്രോഫിറ്റിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്ലിയർ ആയില്ലേ? ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പഠിക്കണം. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം? അതിലെ ബാലൻസും കമ്പനിയുടെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസും എല്ലാം ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. ഈ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ബഡ്ജറ്റിംഗ് പ്രിപ്പയർ ചെയ്യണം, സിനാരിയോ അനാലിസിസ് പ്രിപ്പയർ ചെയ്യണം, റേഷ്യോ അനാലിസിസ് പ്രിപ്പയർ ചെയ്യണം. ഇപ്പോഴത്തെ ബിസിനസിന്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ ഒക്കെ കണ്ടെത്തി ബിസിനസിനെ അടുത്ത ലെവലിലേക്ക് എങ്ങനെ കൊണ്ടുപോകണം എന്ന് നമ്മൾ പഠിക്കണം. ഇതാണ് ആക്ച്വലി അക്കൗണ്ടിങ്ങിന്റെ ധർമ്മം. ഈ 5 ഫങ്ഷൻസും ഓരോ അക്കൗണ്ട്സിലും ഓരോ രീതിയിലാണ് ചെയ്യുന്നത്. മാനുഫാക്ചറിങ് ഡിഫറെന്റ് രീതിയിലാണ്, സർവീസ് ഡിഫറെന്റ് രീതിയിലാണ്, ട്രേഡിംഗ് ഡിഫറെന്റ് രീതിയിലാണ്. ഈ 3 അക്കൗണ്ട്സ് 2 രീതിയിൽ പഠിക്കാം. ഞാൻ പറഞ്ഞ രീതി പഠിക്കാം, മറ്റത് കമ്പ്യൂട്ടറിൽ പഠിക്കാം. കമ്പ്യൂട്ടറിൽ പഠിക്കുന്ന രീതിയിലൂടെയാണ് ഇപ്പൊ നമ്മൾ മുമ്പോട്ടേക്ക് പോകുന്നത്. കൃത്യം അങ്ങനെ തുടങ്ങി. പിന്നെ അതിന്റെ ഇടയിൽ കുറച്ച് ഇൻകം ടാക്സിന്റെ കാര്യങ്ങൾ, കോമ്പോസിഷൻ ഡീലർ, റെഗുലർ ഡീലർ പറഞ്ഞ ടാക്സ് കംപ്ലൈൻസുകളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ശരിക്കും സെഷൻ തന്നെ വെച്ചേക്കുന്നത്. കാരണം ഒരുപാട് ആളുകൾ എന്നും സ്റ്റാഫിന്റെ മെസ്സേജാ, ഒരു 150 മെസ്സേജ് എങ്കിലും ഉണ്ടാവും. സാറേ ഇത് അടുത്തലേക്ക് എങ്ങനെ പോകും? അടുത്തലേക്ക് പോകാനുള്ള തിരക്കാം. നിലവിലുള്ളതിന്റെ കാര്യം തീരുമാനമില്ല. അപ്പം സബൂറായിട്ട് പോവാം, ക്ഷമിച്ചു പോവാ. 6 മാസം കൊണ്ട് എവിടെ എഴുതി വെക്കണം? നിങ്ങൾ എല്ലാ ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്യണം നിർബന്ധമൊന്നും എനിക്കില്ല. പക്ഷെ സെഷൻ കണ്ട് പൂർത്തി പതുക്കെ പോയാൽ മതി. ഒരു ദിവസം 2 മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്താൽ മതി, പോരെ? 6 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് വേഗം ബേജാറോടിച്ച് എടുക്ക് പോകാൻ, എങ്ങോട്ടേക്ക് പോകാനും? അങ്ങനെ തിരക്കൂട്ടി പോയിട്ട് കാര്യമില്ല. ഇറ്റ് വിൽ ടേക്ക് ടൈം, സമയം എടുക്കും എല്ലാത്തിനും. അപ്പൊ എന്ത് ചെയ്യണം? പതുക്കെ സ്ലോലി വന്നാൽ മതി. എന്നാൽ അതിനൊരു നല്ല പിടുത്തുണ്ടാവും. സ്പീഡ് പോകുന്ന ഏത് നേരത്തും പോകും. ഒരാള് കടം വീട്ടാൻ വേണ്ടിയിട്ട് സ്പീഡാക്കിയിട്ട് പല മാർഗങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ അയാൾ അതിനേക്കാൾ വലിയ കടത്തിൽ പോകും. അങ്ങനെ ഉണ്ടോ? അല്ലേ? അങ്ങനെയല്ലേ? കടം എങ്ങനെ തീരുള്ളൂ? കടം എങ്ങനെ തീരുള്ളൂ? വാപ്പാരും ഉമ്മാരോടൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു. കടം എങ്ങനെ തീരുള്ളൂ? കടം മെല്ലെ തീരുള്ളൂ. സ്പീഡാക്കി തീർത്ത അതിനേക്കാൾ വലിയ കുലുമാലിൽ പോയി പെടും. പൈസ മെല്ലെ ഉണ്ടാവുള്ളൂ, സാമ്പത്തികം മെല്ലെ ഉണ്ടാവുള്ളൂ. അപ്പം ഒരു അക്കൗണ്ട്സ് പഠിക്കുന്നതിന്റെ ഒന്നാമത്തെ ധർമ്മം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞത്, നമ്മളൊക്കെ സാധാരണ രീതിയിൽ അക്കാഡമിക്കിൽ പഠിച്ചു വരുന്നത് എന്താ? വേറെ ആൾ അക്കൗണ്ട്സ് ചെയ്ത പൈസ ഉണ്ടാക്കാം. അതല്ല, അക്കൗണ്ട്സ് ആദ്യം ഫിനാൻഷ്യലി ലിറ്ററേറ്റ് ആവുക, നമ്മൾ ലിറ്ററേറ്റ് ആവാം. കടമില്ലാതെ സാമ്പത്തിക ഭദ്രതയോടുകൂടി നിൽക്കുക എന്നുള്ളതാണ് അക്കൗണ്ടിങ്ങിന്റെ ആദ്യത്തെ ധർമ്മം. നമ്മൾ അക്കൗണ്ട്സ് നമ്മൾ റെക്കോർഡ് ചെയ്യണം, ക്ലാസിഫൈ ചെയ്യണം, നമ്മൾ സമ്മറൈസ് ചെയ്യണം, നമ്മൾ അനലൈസ് ചെയ്യണം, നമ്മൾ ഇന്റർപ്രിറ്റ് ചെയ്യണം, നമ്മൾ ആരോടൊക്കെ വേണ്ട അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എന്നിട്ട് മതി ആരാന്റെ അക്കൗണ്ട്സ് റെഡിയാക്കല്ലേ. ക്ലിയർ ആയേ? അതായത് ഡെയിലി നമുക്ക് വരുന്ന എക്സ്പെൻസുകൾ, ഇൻകം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതി വെക്കണം. എന്നിട്ട് മനസ്സിലാക്കണം ഒരു മാസം എത്ര ചെലവ്, എത്ര വരവ്, കുട്ടികളെ ഫീസിന് എത്ര, ഹൗസ് ഹോൾഡ് എത്ര, മറ്റെത്ര. അതാണ് റെക്കോർഡിങ്, അതാണ് ക്ലാസിഫൈ. എന്നിട്ട് ഒറ്റ പേപ്പറിൽ എഴുതിയിട്ട് വെക്കണം. അപ്പൊ മനസ്സിലാവും ഇത് ടാലി ആവുന്നുണ്ടോ ഇല്ലയെന്ന്. ടാലി ആണില്ലെങ്കിൽ അവിടെ തുടങ്ങണം പണി. ടാലി ആണില്ലെങ്കിൽ പോക്ക് മോശമാണ്. എന്നിട്ട് എന്ത് ചെയ്യണം? നഷ്ടമാണോ ലാഭമാണോ ഉറപ്പെടുത്തിയിട്ട് ഹസ്ബൻഡിന് ഭാര്യനെ പിടിച്ചിടാം. കഥ ഇതാ, ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ്. അതാണ് ബാലൻസ് ഷീറ്റ്.
അവിടെ സ്റ്റേബിൾ ആണെങ്കിൽ നമുക്ക് ഏത് വണ്ടിയിലും ഓടാം. അവിടെ താളം തെറ്റിയാൽ അക്കൗണ്ട്സ് മൊത്തം പോയി. അതുകൊണ്ടാണ് ഈ അക്കൗണ്ട്സിൽ പ്രോബ്ലം ഉള്ള പല സ്ഥാപനങ്ങളിൽ പോകുമ്പോൾ ഞാൻ ഉള്ളിൽ നടത്തിയ ഒരു പഠനമാണ്, ഞാൻ ഇന്റേണലി നടത്തിയ ഒരു പഠനത്തിന്റെ ഒരു റിസൾട്ട് ഞാൻ റിവീൽ ചെയ്യാം. ഒരു സ്ഥാപനത്തിൽ അക്കൗണ്ട്സിൽ ഒരു പ്രോബ്ലം ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം അക്കൗണ്ടന്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ അക്കൗണ്ടന്റ് വീക്ക് ആയിരിക്കും. വീക്ക്, അവന്റെ ഫിനാൻസ് കൈകാര്യം ചെയ്യുന്ന വീക്ക് ആയിരിക്കും. ഞാൻ എന്റെ പേഴ്സണൽ അനുഭവം, ഞാൻ ഒരുപാട് സ്ഥാപനം കൺസൾട്ട് ചെയ്ത് മനസ്സിലായത് അക്കൗണ്ടന്റ് കടമുള്ളവരാണെങ്കിൽ സ്ഥാപനം മോശമായിരിക്കും. എന്താ അറിയോ എന്തുകൊണ്ടായിരിക്കും? നീ ചെയ്യാത്ത കാര്യം വേറെ ആരെ കൊണ്ട് ചെയ്യരുത് എന്നുള്ള പല വാക്യങ്ങളുണ്ട്, കേട്ടിട്ടുണ്ടോ? ഞാനേ മൊത്തം പൊളിഞ്ഞു പോയി, ഇനി വേറൊരു സ്ഥാപനം നമ്മൾ നന്നാക്കാൻ വന്നു കഴിഞ്ഞാൽ ഓനും പോകും, അല്ലേ? വേറെ എന്താ നിങ്ങൾ പറയണ്ടല്ലോ ഒരു വാക്കുണ്ടല്ലോ, അനൂപ് കണ്ടതിനകത്ത് അനൂക്ക് അധികം പറയണ്ടേ, ലിമത്തൂലൂന മാലാത്തഫലു, അങ്ങനെ എന്തുവാണ് വാക്ക്? നീ ചെയ്യാത്ത കാര്യം വേറെ ആരോട് പറയരുത്. പറഞ്ഞാൽ ഉദാഹരണം, ഞാൻ എന്റെ മോനോട് പറയണം പഠിക്കടാ പഠിക്കടാ എന്ന് പറഞ്ഞാൽ പഠിക്കൂല, കാരണം ഞാൻ എന്ത് ചെയ്തിട്ടില്ല, പഠിച്ചിട്ടില്ല. അപ്പൊ എന്തേ വഴിയുള്ളൂ? എന്തേ വഴിയുള്ളൂ? എന്തേ വഴിയുള്ളൂ? എന്റെ മോനോട് എന്ത് വയ്യാ പറയാൻ എനിക്ക്? അതാ എന്റെ മോനോട് ഞാൻ പഠിക്കുന്ന പറഞ്ഞാൽ പഠിക്കുന്നില്ല, എനിക്ക് എന്ത് പറയാൻ പറ്റും? മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയേ, എല്ലാവരും ഫാമിലിയിൽ ജീവിക്കുന്ന ആൾക്കാരല്ലേ, എന്ത് പറയാൻ പറ്റും? യൂട്യൂബിലെ ആളുകൾ അവിടെ കമന്റ് ചെയ്തോളൂ കേട്ടോ. പഠിച്ചില്ലല്ലോ എന്നെ പോലെ ആവുന്ന പറയാം. സൂപ്പർ. അല്ലെങ്കിൽ എന്നെ പോലെ ആവണ്ട, പഠിച്ചോന്ന് പറയാം, അല്ലെ? എന്നെ പോലെ ആവണ്ട, പഠിച്ചോന്ന് പറയാം. ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതാ, അപ്പൊ ഇന്ന മോനൊക്കെ പറഞ്ഞാൽ ഇതാ നല്ലതെന്ന് പറയും. നിങ്ങൾ പഠിച്ചില്ലല്ലോ, ഇങ്ങനെ പോകുന്നില്ലേ, ഇതേപോലെ പോയെന്ന് പറയും. അങ്ങനെ പറയിപ്പിക്കരുതട്ടാ. നിങ്ങൾ സമർത്ഥമായിട്ട് കൈകാര്യം ചെയ്ത് പോകണം, മനസ്സിലാവും. അപ്പൊ ഇതാണ് അക്കൗണ്ട്സിന്റെ ധർമ്മം. അക്കൗണ്ട്സിന്റെ ആദ്യത്തെ ഫംഗ്ഷൻ ഞാൻ പറഞ്ഞു, നമ്മള് ഫൈനാൻഷ്യലി ലിറ്ററേറ്റ് ആവുക, കടമില്ലാതെ പ്രശ്നങ്ങളില്ലാതെ മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ പഠിക്കുക. അതാണ് എന്തിന്റെ ഒരു ആകത്തുക. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സുകളിലൊക്കെ ഈ ലെസൺസ് പറയാറുണ്ട്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. അക്കൗണ്ട്സ് പഠിക്കുന്നതിന്റെ മുകളിലാണ് നമ്മള് ഇനി കടം ഉണ്ടാവും. ഈ ഏതെങ്കിലും ഒരു സാഹചര്യത്തില്, ഒരു ജാലിയ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്തതിന്റെ ഏതെങ്കിലും ഒരു ഭവിഷ്യത്ത് പോയി ചിലപ്പോൾ കടം വന്നിട്ടുണ്ടാവും, ചിലപ്പോൾ വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും, അങ്ങനെ കടം വരും. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ബിസിനസ് വിലങ്ങടിക്കും. അങ്ങക്കൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, കോടികളൊന്നും സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഏതൊരു ബിസിനസിന്റെയും യഥാർത്ഥ ലക്ഷ്യം എന്താ? പ്രോഫിറ്റ് മേക്കിംഗ്. അതിന് നമ്മൾ കൃത്യമായ ഒരു റൂട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇന്ന പോയ ഇങ്ങനെ. പക്ഷെ ചില സമയത്ത് നെട്ടും. ഉദാഹരണം, കൊറോണ സമയത്തുള്ള ഒരു ഇവന്റ് പറയുകയാണെങ്കിൽ എന്റെ 2 കണ്ടെയ്നർ, ഒന്ന് ഖത്തറിലും ഒന്ന് ദുബായിലും കുടുങ്ങി. ഒറ്റ ദിവസം കൊണ്ട് ഞാൻ 86 ലക്ഷം രൂപ കടക്കാരനായി, ഒറ്റ ദിവസം കൊണ്ട്. എന്നാൽ ആ സാധനം പോയി കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് 1 ലക്ഷം 2 ലക്ഷം രൂപ കിട്ടീനി. ആ പോയടുത്ത് ഒറ്റ ദിവസം കൊണ്ട് 86 ലക്ഷം രൂപ കടക്കാരനായി. ഇങ്ങനെയുള്ള ഈവന്റുകൾ ബിസിനസ്സിനകത്തും നടക്കും. പക്ഷെ അങ്ങനെ ഒരു ഈവന്റുകളൊക്കെ ബിസിനസ്സിനകത്ത് നടക്കുകയാണെങ്കിൽ അതിനെങ്ങനെ ടാക്കിൾ ചെയ്യണം, ഏത് വഴി ടാക്കിൾ ചെയ്യണം കൂടിയുള്ള ഒരു പ്ലാൻ ബിയും കൂടി നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ക്ലിയർ ആയില്ലേ? അപ്പം നമ്മൾ എന്റെ സെഷൻ കേൾക്കുന്ന എല്ലാ ആളുകളും പറയാം, ഫിനാൻഷ്യലി ലിറ്ററേറ്റ് ആവാൻ കട ഉണ്ടാവില്ല എന്നും പറയുന്നില്ല, കടമില്ലാത്ത ആളുകളൊന്നും ഉണ്ടാവില്ല. പക്ഷെ അതിനെങ്ങനെ ടാക്കിൾ ചെയ്യണം, കടക്കാരെങ്ങനെ മാനേജ് ചെയ്യണം, എങ്ങനെ ഫിനാൻസ് നമ്മൾ കൊണ്ടുപോകണം, കട ഉണ്ടാവുമ്പോഴും എങ്ങനെ നമ്മൾ സേവ് ചെയ്യണം, കട ഉണ്ടാവുമ്പോഴും നമുക്ക് അടിപൊളി ജീവിക്കണം, ഒരു മെഡിക്കൽ പരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം വരും അതിനെങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ ഈ അക്കൗണ്ട്സ് പഠിക്കുന്നതോട് കൂടിയിട്ട്, ക്ലാസ് എടുക്കുന്നതോടുകൂടി നമ്മൾ ലിറ്ററേറ്റ് ആവണം എന്ന് വീണ്ടും പറയണം. ഇതൊക്കെയാണ് ഈ ഒരു 400 hours കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവണം, നിങ്ങൾക്ക് ഉണ്ടാവേണ്ട ക്വാളിറ്റി ആയിട്ട് ഞാൻ പറയണം. അത് നിങ്ങൾ തുടക്കം മുതൽ എല്ലാ സെഷനും ഒരു സെഷൻ പോലും മിസ് ചെയ്യാത്ത രീതിയിൽ കാണണം. അതിനുവേണ്ടി മാത്രമാണ് ഇന്നത്തെ സെഷൻ വെച്ചത്, കാരണം അത്രയും മെസ്സേജുകളാണ് എനിക്ക് വരുന്നത്. അപ്പം മാനുഫാക്ചറിങ്ങിന്റെ പ്രോബ്ലം ആണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ വീക്കിൽ തന്നെ ഒരു സെഷനും കൂടെ ഉണ്ടാവും മാനുഫാക്ചറിങ്. ആ ഒരു മാനുഫാക്ചറിങ് സെഗ്മെന്റിൽ എത്തിയ ആളുകൾ മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. അല്ലാത്ത ആളുകൾ ആ ഒരു സമയം കൂടി പഴയ വീഡിയോ കണ്ട് അസൈൻമെന്റ് ചെയ്ത് റിവിഷൻ നടത്തി പതുക്കെ കാണാം. ഒരു പ്രാവശ്യം മനസ്സിലായില്ലെങ്കിൽ വീണ്ടും കാണാം. എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാം. ഗ്രൂപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് ഒരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്യണ്ടല്ലോ, അപ്പോഴത്തേക്ക് ആരെങ്കിലും ചാടിക്കറി ഉത്തരം തരും. ഇല്ലേ? കിട്ടിയിട്ടില്ലേ ഇതുവരെ? കിട്ടിയിട്ടില്ലേ? അതേപോലെ കിട്ടും. അപ്പൊ അത്രയും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. ഇതിനിടയിൽ കൂടെ വേണ്ടാത്ത കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ
എപ്പോഴും പറയുന്ന പോലെ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് ഇടപെടാതിരിക്കാം. മനസ്സിലായില്ലേ? അതും കൂടി ഇതിന് കൂടുതൽ പറയാം. പുതിയ ആളുകൾക്ക് എനിക്ക് പറയാൻ ഗ്യാപ്പ് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഇപ്പം ഈ കിട്ടിയ സമയം ഉപയോഗിക്കാം. പേഴ്സണൽ കാര്യങ്ങളിലേക്ക് ഇടപെടാതിരിക്കാം. ഐ മീൻ, നീ ഇതിൽ ഏതൊരാളെ എക്സോ വൈ അവരെടുത്തിട്ട് നിങ്ങൾ ഉറങ്ങിയോ, ഇപ്പം കിട്ടുമോ, നിങ്ങൾ ഇവിടെ ഉണ്ടോ, ഉറങ്ങിയണോ, ഇതൊന്നും ആരും ചോദിക്കണ്ട. അങ്ങനെ പല മെസ്സേജുകളും വന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. മനസ്സിലായില്ലേ? ഉറക്കാനും എഴുന്നേൽപ്പിക്കാനും എല്ലാ സംവിധാനവും ഓരോരുത്തരുടെ വീട്ടിലും ഓരോരുത്തർക്ക് ഉണ്ടാവും. അത് നിങ്ങൾ എന്ത് ചെയ്യണ്ട, ആരും ഏൽക്കണ്ട. അപ്പൊ എന്റെ വീട്ടില് ഞാൻ ഉറങ്ങിണോ നോക്കാം, എന്റെ വൈഫ് ഇവിടെ ഉണ്ട്, എന്റെ മക്കൾ ഇവിടെ ഉണ്ട്, ഉറങ്ങിണോ കിടന്നണോ, ഞാൻ എത്ര മണിക്ക് ഉറങ്ങണം, ഞാൻ അവിടെ പുറത്തു പോകണ്ടോ ഒക്കെ നോക്കാൻ ആൾക്കാരുണ്ട്. അപ്പൊ വേറെ ആളെ ലൈഫിലേക്ക് ദയവ് ചെയ്തിട്ട് ഇടപെടരുത്. കാരണം അവിടെ പിന്നെ എനിക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്, നിങ്ങളോട് ചോദിക്കാൻ പോലും ഞാൻ നിൽക്കൂല. അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം പൈസ തന്നിട്ടൊക്കെ ഒന്ന് പഠിച്ച ഒരാളെ എന്താ പറയാ, ഒരു ക്വസ്റ്റ്യനും ഇല്ലാതെ ഞാൻ റിമൂവ് ചെയ്യും. അതിന് മാത്രമാണ് എനിക്ക് കണ്ണിച്ചു വരില്ലാത്ത. ബാക്കി എല്ലാത്തിനും കാര്യം വിത്ത് പെർമിഷനോട് കൂടി ആളോട് സംസാരിക്കുന്നതിന് കുഴപ്പം ഞാൻ പറയുന്നില്ല. ഏത് വേണ്ടാത്തല്ല കേട്ടോ. ഇപ്പൊ ഒരാളിപ്പോ ഒരു ഡൗട്ട്, ഫാറൂഖ് ഭായിയോട് സംശയം ചോദിക്കും. ഫാറൂഖ് ഭായ് കുറെ ഗ്രൂപ്പിനകത്ത് പറഞ്ഞു, ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല. അപ്പൊ പിന്നെ ഡിസ്റ്റർബൻസ് ആക്കണ്ട വെച്ച് ഫാറൂഖ് ഭായ് പേഴ്സണൽ മെസ്സേജ് അയച്ചു. അതിന് നല്ല രീതിയിൽ ഡീൽ ചെയ്ത ആൻസർ വിത്ത് ക്ലാരിറ്റി വരുത്തുന്നതിന് എതിരല്ല. ബട്ട് അനാവശ്യമായിട്ട് കയറി നിരങ്ങളില്ലേ, അത് ശരിയല്ല. ഓക്കെ, ഒന്നത് നിങ്ങൾ ആരും കുറെ ആൾക്ക് ചെയ്തിട്ടല്ല, കുറച്ച് ആളുകൾ ചെയ്തുകൊണ്ട് വീണ്ടും ചെയ്യാതിരിക്കാനുള്ള ഒരു കാര്യം. പരമാവധി ഗ്രൂപ്പ് തന്നെ ചോദിക്കാം, എല്ലാ കാര്യങ്ങളും അതിനകത്ത് തന്നെ കിട്ടും. പിന്നെ ഉള്ളത് പേഴ്സണൽ കാര്യങ്ങൾക്ക് ഇടപെടരുതെന്ന് പറഞ്ഞു. പിന്നെ നിങ്ങളുടേതായ കാര്യങ്ങൾ ഗ്രൂപ്പിനകത്ത് പോസ്റ്റ് ചെയ്യുന്നതിന് തടസ്സമില്ല. നിങ്ങളുടേതായ കാര്യങ്ങൾ ഗ്രൂപ്പിനകത്ത് പോസ്റ്റ് ചെയ്യുന്ന തടസ്സമില്ല. ഇപ്പൊ ഉദാഹരണം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഫസീന്റെ ബർത്ത്ഡേ ആണ്. ആസ് എ ക്ലാസ്മേറ്റ് എന്നുള്ള രീതിയിൽ ഫസീന്റെ ബർത്ത്ഡേ നമ്മൾ ആ ഗ്രൂപ്പിനകത്ത് ആഘോഷിക്കുന്നതിന് ഞാൻ തെറ്റ് കാണുന്നില്ല. പക്ഷെ ഏതോ ഒരു ബന്ധമില്ലാത്ത ഒരാളെ ഫോട്ടോ എടുത്ത് ഇതിനകത്ത് ഹാപ്പി ബർത്ത്ഡേ ഉണ്ട ആവശ്യമില്ല. ക്ലിയർ ആയില്ല? ഞാൻ പറഞ്ഞ ക്ലാരിറ്റി മനസ്സിലായില്ലേ? ഇനി അബദ്ധത്തിൽ ഒരാള് എന്തെങ്കിലും തെറ്റ് ചെയ്തു, സംഭവിക്കും, മനുഷ്യനാണ്. ഒരു വേണ്ടാത്ത ഒരു വീഡിയോ അങ്ങോട്ട് പോസ്റ്റ് ചെയ്തു വിചാരിക്കും. ഇവൻ ഇത് അങ്ങ് പേടിച്ച് ബേജാറിൽ അങ്ങ് ഡിലീറ്റ് ചെയ്ത് ഡിലീറ്റ് ഫോർ എവരി വൺ അടിക്കുന്നതിന് പകരം ഡിലീറ്റ് ഫോർ മീ അടിച്ചു. കുടുങ്ങില്ലേ? അവനക്കൊന്നും ചെയ്യാനും കഴിയില്ല. അവൻ നോക്കി നിൽക്കാൻ മാത്രമേ കഴിയുള്ളൂ. പിന്നെ എയറിലേക്ക് അങ്ങ് ഇടലാണ് ആൾക്കാര്. കാരണം അവന്റെ കൺട്രോൾ പോയില്ലേ. ഡിലീറ്റ് ഫോർ മീ അടിച്ചാ പോയില്ലേ. അപ്പൊ എന്ത് ചെയ്യരുത്, കേറി നിരങ്ങിയത് അതങ്ങ് സ്കിപ്പ് ചെയ്യാം. വേറെ ടോപ്പിക് കൂടെ വേറെ രീതി, കാരണം അത് അബദ്ധമാണെന്ന് മനസ്സിലാക്കാം. പിന്നെ അവൻ ഇട്ടതിനേക്കാൾ വലിയ പ്രശ്നമായിരിക്കും പിന്നീട് വരുന്ന മെസ്സേജ്. ഈ എന്താ അങ്ങനെ ഇട്ടെ, ഈ ഗ്രൂപ്പിൽ ഇങ്ങനെ ഇടാൻ പറ്റും, ഇതേതാ നിങ്ങൾക്ക് അറിയില്ല, ഇത് അങ്ങനത്തെ ഗ്രൂപ്പല്ലേ, അക്കൗണ്ട്സ്, ഇതൊക്കെ എല്ലാവർക്കും അറിയാം. അക്കൗണ്ട്സിന്റെ ഗ്രൂപ്പാണെന്നും ഇതിനകത്ത് വേറെ വരാൻ പാടില്ല എന്നൊക്കെ എല്ലാവരും അബദ്ധത്തിൽ വരുന്നത്. അപ്പൊ ആ രീതിയിൽ അതിനെ എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക. അത് ലൈസൻസ് അല്ല കേട്ടോ എല്ലാം ചെയ്യാൻ. നമ്മൾ കാണുമ്പോൾ അത് അങ്ങനത്തെ എന്തെങ്കിലും അബദ്ധത്തിൽ ആരെയും വന്നു കഴിഞ്ഞാൽ നമ്മളെ പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്താൽ നമ്മൾ അഡ്മിൻ ആണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇതൊക്കെ മിസ്റ്റേക്കുകളാണ്, പറ്റും. അപ്പൊ അതിന് വെച്ച് എന്ത് ചെയ്യരുത്, ആളുകൾ വെറുപ്പ് സമ്പാദിക്കരുത്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ആസ് എ ടീം എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കാം. പിന്നെ സാർ ഇതൊക്കെ കഴിഞ്ഞാൽ 400 മണിക്കൂറിന്റെ ക്ലാസ് നമ്മൾ ഇങ്ങനെ ഒഴിച്ച് സ്പീഡാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഒരു സർട്ടിഫിക്കേഷൻ, ഒരു സെറിമണി വെക്കാൻ വിചാരിച്ചിട്ടുണ്ട്. ഓഫ്ലൈൻ ആയിട്ട് തന്നെ ഓഫ്ലൈൻ സർട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട്, അങ്ങനെയാണെങ്കിൽ ആ ഇവന്റിൽ പങ്കെടുക്കുക. അതിനൊക്കെ ഇപ്പൊ നല്ല ടീമാണോ, നല്ല കമ്പനിയാണോ, അപ്പോഴേ നടക്കുള്ളൂ. അല്ലെങ്കിൽ എല്ലാം ഇങ്ങനെ കീരിയും പോലെ വന്നു കഴിഞ്ഞാൽ കാണാൻ ഒരു വൈബ് ഉണ്ടാവില്ല, മൂഡ് ഉണ്ടാവില്ല. അപ്പൊ ഒരുപാട് ആളുകൾ ആ ഒരു ടീം ആക്കുക, വൈബാക്കുക, ആ വൈബിൽ കണക്ട് ചെയ്ത് പോവാ. വൈബ് ആൻഡ് അട്രാക്ട് ട്രൈബ്. മനസ്സിലായില്ലേ? അപ്പൊ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം. അപ്പൊ ഇതാണ് ഓൾ അബൌട്ട് നമ്മുടെ ക്ലാസ്സിനെ കുറിച്ച് പറയുന്നത്. അക്കൗണ്ട്സിന്റെ ഏറ്റവും ബേസ് മുതൽ തുടങ്ങിയിട്ട് റിപ്പോർട്ട് പ്രിപ്പറേഷൻ വരെയുള്ള കാര്യങ്ങൾ, പറ്റുമെങ്കിൽ അതിന്റെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ നമ്മൾ പറയും പരമാവധി ടൈം എടുത്തിട്ട്. അപ്പോ സ്ലോലി പോകുന്നത് കറക്റ്റ് ആയിട്ട് പോകണമെന്ന് വെച്ചിട്ടാ. ഞാനിപ്പോ 2 മാസമായിട്ട് കുറച്ച് തിരക്കുകളിലായിരുന്നു, അതുകൊണ്ടാണ്. ഇനി കണ്ടിന്യൂസ് ആയിട്ട് സെഷൻ ഉണ്ടാവും. നോമ്പിന്റെ സമയത്ത് നമുക്ക് ഈ ക്ലാസ്സുകൾ എങ്ങനെ പോകണം എന്നുള്ളത് നമുക്ക് കൂട്ടമായിട്ട് ആലോചിക്കാം. ഇനി ഞായറാഴ്ചകൾ ഉച്ചക്ക് എടുക്കണോ, രാത്രി ചിലപ്പം തറാവിയും മറ്റുള്ള നിസ്കാരം കാര്യങ്ങളൊക്കെ കുറച്ച് തിരക്കാണെങ്കിൽ അത് എല്ലാവരുടെയും പെർമിഷനോട് കൂടി നമുക്ക് മറ്റു സമയങ്ങളിലേക്ക് മാറ്റാനോ എന്തുവാണെങ്കിലും ആ ഒരു സമയത്ത് തീരുമാനിക്കാം. അപ്പോ ഇത്രയാണ് പറയാനുള്ളത്. ഉമ്മർക്ക എത്തില്ലേ? വേണ്ടല്ലോ അല്ലെ? നിങ്ങളിപ്പോ എത്തിയിട്ടുള്ളൂ അല്ലെ? ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇന്ന് ഇത്രയും മാത്രമേ ഉള്ളൂ. അപ്പൊ ഒന്ന് ഞാൻ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയതാണ്. അപ്പൊ ഇനി ഈ ഒരു വീക്ക് തന്നെ അടിപൊളിയാവും. ഇതപ്പണ്ട് ഫാറൂഖ് ഭായ് ഉണ്ട്, അതേപോലെ നമ്മളെ ഒമർക്ക ഉണ്ട്, എല്ലാരും ഉണ്ട്. അപ്പൊ എല്ലാരും ഫുൾ ടീം നമ്മളെ കൂടെ ഉണ്ട്.
നിങ്ങൾ എന്ത് ചെയ്യാ? ടീമിന്റെ കൂടെ നിൽക്കുക. പതുക്കെ പതുക്കെ ഫാറൂഖ് ഭായ് ഒക്കെ തുടങ്ങിയിട്ടില്ലേ? ചാനലൊക്കെ തുടങ്ങിയിട്ടില്ലേ? ഹലോ. അപ്പൊ അങ്ങനെയുള്ള പോസിറ്റീവ് നമ്മുടെ കമ്മ്യൂണിറ്റി. അപ്പൊ നിങ്ങൾ ആലോചിച്ചാൽ മതി, നമ്മളെ വീട്ടിലുള്ള ഒരാള് ഒരു ചാനൽ തുടങ്ങി എന്ന് വിചാരിച്ചാൽ അതിനെ പൊന്തിക്കേണ്ട കംപ്ലീറ്റ് ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതായത് അയാളെ ചാനലിൽ ഞാൻ അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നു അങ്ങനെയൊന്നും ചിന്തിക്കരുത്. അയാൾ ഞാൻ ലൈക്ക് അടിച്ച് അയാൾ അങ്ങ് കയറി പോകും അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ഗ്രോ ടുഗദർ. നിങ്ങളും ചിന്തിക്കണം. നിങ്ങൾ ഇതേപോലെ ടീച്ചർമാരായി, നിങ്ങൾ ഇതേപോലെ പഠിപ്പിക്കാൻ വരി, നിങ്ങൾ ഇതേപോലെ വരി. അപ്പൊ എന്ത് ചെയ്യും? എല്ലാവർക്കും ഒന്നിച്ച് കയറാം. അങ്ങനല്ലേ? അതല്ലേ ഗ്രൂപ്പിൽ ഇത് ശരി? കുറെ പേരൊക്കെ പ്രിപ്പയർ ആയിട്ടുണ്ട്. ആ, കുറെ ആളുകൾ ഞാൻ ഇപ്പൊ ഭയങ്കര സന്തോഷമുണ്ട്. ഒരുപാട് ആളുകൾ അക്കൗണ്ട്സിന്റെ ക്ലാസ് എടുക്കാൻ റെഡിയായി വരുന്നു. ഇതൊക്കെ വേണം. ഞാൻ വീക്കിലി ഒരു ക്ലാസ് എടുക്കുന്നുള്ളൂ. ഇനി അതിന്റെ ഇടയിൽ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് എക്സ്പേർട്ട് ആയിട്ട് നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ടീച്ചിങ് മേഖലയിൽ എക്സ്പേർട്ട് ആയി എന്നെക്കാൾ മികച്ച ട്രെയിനേഴ്സ് ഇതിനകത്തുണ്ടാവും. അതിനെന്ത് ചെയ്യണം? ഇത്തരം സാധ്യതകൾ കിട്ടുന്ന സ്ഥലത്ത് വെച്ച് ഉപയോഗിച്ച് ഫ്രീ ടൈമിലൊക്കെ ഉപയോഗിച്ച് പഠിച്ച് എക്സ്പേർട്ട് ആയി കഴിഞ്ഞാൽ പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് പെയ്ഡ് ക്ലാസ് ആക്കി മാറ്റാം. നിങ്ങൾക്ക് കൂടി പൈസ ഉണ്ടാവും. അതിന് എന്ത് സപ്പോർട്ട് വേണമെങ്കിൽ നമ്മൾ ചെയ്തു തരും കേട്ടോ. ഞാൻ ചെയ്തു തരും. പേഴ്സണലി എനിക്ക് ആപ്പ് ഉണ്ട്, ആപ്പിനകത്ത് ലിസ്റ്റ് ചെയ്ത് തരും. വേണമെങ്കിൽ നിങ്ങൾക്ക് അത് പൈസ എങ്ങനെ ഉണ്ടാക്കാന്ന് അറിയുന്നത് സ്റ്റക്ക് ആണെങ്കിൽ ഞാൻ അതിനെ ക്ലിയർ ചെയ്ത് തരും. അതൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്ത് തരും. അപ്പൊ എല്ലാവരും ഒന്നിച്ച് വളരണം, അടിപൊളിയാവണം, എല്ലാവർക്കും പൈസ ഉണ്ടാവണം, എല്ലാവർക്കും നല്ല ജീവിതം കിട്ടണം, എല്ലാവർക്കും ഹാപ്പി ആയിട്ടുള്ള ഇത് വേണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാം. പോരെ? ഇനി എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം. എന്താ പറയാ, ആ ഒരു ഈഗോ പ്രോബ്ലം ഒന്നും ആരും വെച്ചേക്കരുത്. വെറുതെ പിന്നെ കുറെ ഈഗോ ഒക്കെ ആയിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളൊക്കെ ബെറ്റർ ടു ഗോ. പുറത്തുപോയി നിങ്ങൾ ആരും ഉപദ്രവിക്കില്ല, നമ്മളൊന്നും പറയില്ല. ഈ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആകുന്നതിനെ കുറിച്ച് ആരും ചോദിക്കും പറയും കൂടി ഇല്ലല്ലോ. കാരണം എന്താ? ഒരാൾക്കാരാണ് കയറുമ്പോൾ 15 ആൾക്കാരെ ഇങ്ങോട്ടേക്ക് കയറുന്നത്. അപ്പൊ പിന്നെ ആ സ്പേസ് കിട്ടി എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങളിപ്പോ ഒരാൾ ലെഫ്റ്റ് ആയി വെച്ചാൽ ഞാൻ സന്തോഷം തരാം. ആ ഒരു സ്പേസ് അവിടെ കിട്ടി, നല്ലൊരാൾക്ക് കയറാനുള്ള ഒരു അവസരം എന്നുള്ളത് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. ആ രീതിയിൽ എന്ത് ചെയ്യാം? സെറ്റ് ആക്കി എടുക്കാം. അപ്പൊ നമുക്ക് പൊളിക്കണം, പൊളിച്ചടക്കണം. അക്കൗണ്ട്സിൽ നമ്മളെ വല്ല ആൾക്കാർ ഉണ്ടാവാൻ പാടില്ല. ക്ലിയർ ആയില്ലേ? സെറ്റ് അല്ലേ? സെറ്റാണ്, പൊളിയാണ്. ഓക്കെ. ഇനി എന്താ പറയാനുള്ളത്? പെട്ടെന്ന് പറഞ്ഞോളേ.